നന്നാകണമെങ്കിൽ ജാതി മതവും പാർട്ടി നോക്കാതെ ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തണം. ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ മുടിഞ്ഞു കയറണം. ഇത് ശരിയല്ല. എന്റെ മോനാന്ന് ഞാൻ സഹിക്കൂല. എന്റെ മോനാന്ന് ഞാൻ സഹിക്കൂല. ഞാൻ ഇവിടുത്തെ ടീച്ചറായിരുന്നു. ഞാൻ ഇവിടുത്തെ പെൻഷൻ പറ്റിയ ടീച്ചറാ. ഞാൻ പ്രതികരിക്കാൻ തന്നെ വന്നാണ്. എനിക്ക് സഹിക്കുന്നില്ല. ടിവിയുടെ മുന്നേ ഇരുന്നിട്ട് എന്തുവാ ടി വി കാണുന്ന മുഴുവനും? എന്തൊരു സങ്കടമാ കാണുന്നത്. ടീച്ചർമാരെ ശരിയായ രീതിയിൽ പരിശീലിപ്പിക്കുക, രക്ഷിതാക്കളെ ശരിയായ രീതിയിൽ കൗൺസിലിംഗ് കൊടുക്കുക, ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തുക. ഗൾഫിലൊക്കെ നടക്കുന്നവരാണ് ശിക്ഷ ഇവിടെ വരണം. എന്നാലും അതെ കൈ വെട്ടണം, കാല് വെട്ടണം, അല്ല ഒക്കത്തില്ല ഇവിടെ. ഇത് ശരിയല്ല ചെയ്തത്. എന്റെ കുഞ്ഞാന്ന് ഞാൻ സഹിക്കുവോ? എന്റെ കുഞ്ഞാന്ന് ഞാൻ സഹിക്കുവോ? എനിക്ക് താമരശ്ശേരി പോകുമ്പോ ഞാൻ പോയത് താമരശ്ശേരി. എന്ത് മര്യാദയാ കാണിച്ചിരിക്കുന്നേ? എന്ത് മര്യാദ? ഇതൊന്നും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒരിക്കലും ആ കുട്ടികളെ പരീക്ഷ എഴുതിക്കരുത്. ആ കുട്ടികളെ ശിക്ഷിക്കണം. മാതൃകാപരമായ ശിക്ഷ കൊടുത്തിരിക്കണം ആ കുട്ടികൾക്ക്. 15 ബാല നിയമങ്ങളെല്ലാം മാറ്റണം. ടീച്ചർമാർക്ക് നല്ല ഒന്നാമത്തെ ചൂരവടി കൊടുക്കണം. ടീച്ചർമാരുടെ കൈ ചൂരവടി വേണം. അല്ലാതെ ഈ ലോകം നന്നാകാൻ പോകുന്നില്ല. അതെ അതെ, ഇവിടുത്തെ ടീച്ചറായിരുന്നു ഞാൻ. അർഹതപ്പെട്ടവർക്ക് അടി കൊടുത്ത് തന്നെ വളർത്തണം. രക്ഷിതാക്കൾക്ക് ശിക്ഷിക്കാൻ പറ്റത്തില്ല. തെറ്റാണ്. രക്ഷിതാക്കൾ കുഞ്ഞുങ്ങളെ ശിക്ഷിച്ച് വളർത്തണം. രക്ഷിതാക്കൾ കുട്ടികളെ ശിക്ഷിച്ച് തന്നെ വളർത്തണം. എന്റെ പേര് ജയ രാമേന്ദ്രകുറുപ്പ്. പ്രതികരിക്കാൻ തന്നെ വന്നാൽ തീവ്ര മുന്നേറ്റം സഹിക്കാൻ പറ്റുന്നില്ല. നമസ്തേ. ഒരമ്മയുടെ, ഒരു റിട്ടയേർഡ് അധ്യാപികയുടെ വേദനയും ആകുലതയുമാണ് പ്രേക്ഷകർ കണ്ടത്. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങളും കുട്ടികളിലെ അടങ്ങാത്ത ആക്രമോത്സുകതയും നിയമസഭ ഇന്ന് വിശദമായി ചർച്ച ചെയ്തു. ഇതൊരു നാടിനെ ഒന്നടങ്കം ദോഷകരമായി ബാധിക്കുന്ന വിഷയമായി മാറിയത് കൊണ്ടാണല്ലോ അതിൻ്റെ ഗുരുതര സ്വഭാവം കണക്കിലെടുത്ത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്തത്. ചർച്ചയിൽ മാത്രം ഒതുക്കിയാൽ പോരാ. കടുത്ത നടപടികളിലേക്ക് ഭരണകൂടം കടക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. സർക്കാർ മാത്രം വിചാരിച്ചാൽ പോരാ. സമൂഹം ഒന്നടങ്കം ഈ വിപത്തിനെ ഉന്മൂലനം ചെയ്യാൻ ഇറങ്ങി പുറപ്പെടണം. അതിലേക്ക് വെളിച്ചം വീശുന്നതാവട്ടെ ഇന്നത്തെ സംവാദം. മുൻ DGP ഡോക്ടർ TP സെൻകുമാർ, ചലച്ചിത്ര നടനും സംവിധായകരുമായ മേജർ രവി, ശാസ്ത്രസാഹിത്യകാരൻ NN ഗോകുൽദാസ്, ഇടത് സഹയാത്രികൻ റെജി ലൂക്കോസ്, ചലച്ചിത്ര നിർമ്മാതാവ് സന്ദീപ് സേനൻ, റിട്ടയേർഡ് അധ്യാപിക ജയ ടീച്ചർ എന്നിവ ഈ സംവാദത്തിൽ പങ്കെടുക്കുന്നു. എല്ലാവരെയും സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. ഡോക്ടർ TP സെൻകുമാർ, പെരുകുന്ന കുറ്റകൃത്യങ്ങൾ കണ്ട് മനുഷ്യ മനസാക്ഷി മരവിച്ചിരിക്കുകയാണ്. ഒന്നിന് പിറകെ ഒന്നായി നടുക്കുന്ന സംഭവങ്ങൾ. ഏറ്റവും ഒടുവിൽ താമരശ്ശേരിയിൽ ഒരു 10ാം ക്ലാസ്സുകാരനെ അതിക്രൂരമായി അടിച്ച് കൊന്നു. സഹജീവികളെ സ്നേഹിക്കാനും അവരോട് അലിവോടെ പെരുമാറാനും നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് മാതാപിതാക്കളും ഗുരുക്കന്മാരും ഉപദേശിച്ചിരുന്നു. നല്ല വാക്ക് ഓതുവാനും നല്ല പാഠങ്ങൾ പഠിപ്പിച്ചു തരാനും ആളില്ലാത്തതാണോ വർത്തമാനകാലത്തെ കൂടുതൽ ആസുരതയിലേക്ക് നയിക്കുന്നത്? നമ്മുടെ കാലത്ത് ഇതുമായിട്ട് താരതമ്യം ചെയ്യാനായിട്ട് പറ്റാത്ത വിധത്തിലുള്ള മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. അതിൽ നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ നൂറ്റാണ്ട് വരെ, അതായത് 20ാം നൂറ്റാണ്ട് അവസാനിക്കുന്ന ഘട്ടം വരെ ഈ മൊബൈൽ ഫോണൊന്നും ഇതുപോലെ വ്യാപകമായിരുന്നില്ല. ഈ 20ാം നൂറ്റാണ്ടിലേക്ക് 21ാം നൂറ്റാണ്ടിലേക്ക് വന്നതോടുകൂടി മൊബൈൽ ഫോണിൻ്റെ കൂടി ലഭ്യത, അതോടൊപ്പം ഇൻ്റർനെറ്റും ഡാർക്ക് നെറ്റും ഇതുപോലെ അനവധി സൗകര്യങ്ങൾ കുട്ടികൾക്ക് ലഭ്യമായി. അപ്പോൾ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ കൂടുതൽ പരസ്പരം ബന്ധപ്പെടുവാൻ തുടങ്ങി. അങ്ങനെ അവർ ഹീറോയിസം കാണിക്കാനായിട്ട്, ഇല്ലെങ്കിൽ അവരുടെ സിനിമാ ഹീറോസ് കാണിക്കാനായിട്ട്, ഇല്ലെങ്കിൽ ഡ്രഗ് അബ്യൂസിൻ്റെ പേരിൽ, അങ്ങനെ ഏതെങ്കിലും പേരിൽ, അതല്ലെങ്കിൽ നേതാവ് ആകാനായിട്ട്, ഇതിനൊക്കെ ആയിട്ട് വയലൻസ്. ഇപ്പോൾ ഈ ഇവിടെ താമരശ്ശേരിയിൽ നടന്ന കാര്യത്തിൽ ഡ്രഗിൻ്റെ അബ്യൂസ് ഉണ്ടെന്ന് ആരും പറഞ്ഞില്ല, അല്ലാതെ തന്നെ നടന്ന വയലൻസ് ആയിട്ടാണ് അറിയുന്നത്. അതുപോലെ വളരെയധികം വയലൻസ് കുട്ടികളുടെ ഇടയിൽ ഇപ്പോൾ, കാരണം ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അനുസരിച്ച് ഇവരെല്ലാം ബാലനീതിയുടെ
കീഴിലായിടം വരുന്നത്. ഇപ്പം മിക്കവാറും കുറ്റങ്ങൾക്കൊന്നും ഇവരെ ശിക്ഷിക്കാറില്ല. ഇവർക്ക് എല്ലാ വിധത്തിലുള്ള പ്രൊട്ടക്ഷനും കിട്ടുന്നു. അത് 18 വയസ്സ് വരെ ആകുമ്പോഴാണ് അതിൽ ഏറ്റവും പ്രധാന പ്രശ്നം വരുന്നത്. അതായത് അതൊരു 16 വയസ്സിൽ ചുരുക്കുകയാണെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ രൂക്ഷമാവില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൺകുട്ടികളുടെ കാര്യത്തിൽ, പെൺകുട്ടികളുടെ കാര്യത്തിലല്ല, ആൺകുട്ടികളുടെ കാര്യത്തിൽ 16 വയസ്സ്, അതല്ലെങ്കിൽ ചില ഒഫൻസസിന്, ഡ്രഗ് അബ്യൂസ്, അതുപോലെ സെക്ഷൽ അസാൾട്ട്സ്, ഇതുപോലെ മർഡർ, ഇത്തരം കേസുകൾക്ക് എല്ലാത്തിനും എക്സംഷൻ കൊടുത്ത് ഒരു 16 വയസ്സുകളിൽ അവരെ വ്യത്യസ്തപ്പെടുത്തി കൊണ്ടുപോവുകയാണെങ്കിൽ കുറേ വ്യത്യാസം ഉണ്ടാകുമായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും ഇല്ലാതെ വരുന്നതോടുകൂടി ഇപ്പോൾ ഈവൻ ടെററിസത്തിന് ആരാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്? ടെററിസത്തിന് പോലും ഇപ്പോൾ കൂടുതൽ ഉപയോഗിക്കുന്നത് അണ്ടർ 18 കുട്ടികളെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരെ പിടിച്ചാലും കാര്യമായിട്ടൊന്നും ചെയ്യാൻ ആർക്കും സാധിക്കില്ല എന്ന് അറിയാവുന്നതുകൊണ്ട്, ഇൻക്ലൂഡിങ് ഫോർ ടെററിസം. അതുപോലെ കാരിയേഴ്സായിട്ട് കുറേ കുട്ടികളെ കൊണ്ടുനടക്കാൻ, അണ്ടർ 18 കുട്ടികളെ കൊണ്ടുനടക്കാൻ സാധിക്കും. അതിൻ്റെ കൂടെയാണ് ഇവരെല്ലാം സ്കൂളുകളിലൊക്കെ നടത്തുന്ന വയലൻസ്. ഇത് രാഷ്ട്രീയമുള്ള സ്കൂളുകളിലും വയലൻസ് നടക്കുന്നുണ്ട്, രാഷ്ട്രീയം ഇല്ലാത്ത സ്കൂളുകളിലും വയലൻസ് നടക്കുന്നുണ്ട്. അതിലും ഏറ്റവും വികൃതമായിട്ട് തോന്നുന്ന ഒന്ന്, പണ്ട് മെഡിക്കൽ കോളേജുകളിലും എഞ്ചിനീയറിംഗ് കോളേജുകളിലും ഉണ്ടായിരുന്ന റാഗിങ് ഇപ്പോൾ അവിടെ നിന്നെല്ലാം പോയിട്ട് ആർട്സ് കോളേജിലും സയൻസ് കോളേജിലും, അതുപോലെ ഒരിക്കലും ഇത് ഇല്ലാതിരുന്ന സ്ഥലങ്ങളിലാണ് വളർന്നു വന്നത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് പോലും അത്ഭുതകരമാണ്. അത് കൂടുതലൊരു ഡിസ്കഷന് മാത്രമേ പറ്റുള്ളൂ. പക്ഷേ ഒരു കാര്യം നമ്മൾ താരതമ്യം ചെയ്യാൻ സാധ്യതയില്ലാത്ത രണ്ട് തലമുറകളെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. താരതമ്യം ചെയ്യാൻ സാധിക്കില്ല. അത്രമാത്രം വ്യത്യസ്തമായ ഒരു തലത്തിലാണ് ഇന്നത്തെ തലമുറ വളരുന്നത്. അതുകൊണ്ട് ആ താരതമ്യം ഒരിക്കലും പറ്റില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ മേജർ രവി, നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ സിനിമ സമൂഹത്തെ ഏറെ സ്വാധീനിക്കുന്ന ഒരു മാധ്യമമാണ്. നല്ല നല്ല സന്ദേശങ്ങൾ ഉള്ളടക്കമായിട്ടുള്ള അനവധി സിനിമകളുണ്ട്. താങ്കളുടെ ചലച്ചിത്രങ്ങൾ ദേശസ്നേഹം പഠിപ്പിക്കുകയും പകർന്നു തരുന്നവയുമാണ്. നിർഭാഗ്യവശാൽ ന്യൂജൻ സിനിമകളിൽ ചിലതൊക്കെ നമ്മുടെ യുവതലമുറയെ വഴിതെറ്റിക്കുന്നുണ്ട്. അതൊരു വസ്തുതയാണ്. വയലൻസ് ആഘോഷിക്കപ്പെടുന്നു. എല്ലാ എക്സ്ട്രീമുകളും ഭേദിച്ചുകൊണ്ടാണ് വയലൻസ് അത് ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ അക്രമങ്ങൾ നടത്തുന്നവന് ഹീറോ പരിവേഷം ലഭിക്കുന്നു. എല്ലാവരെയും തല്ലി ഒതുക്കുന്നതിലാണ് മഹത്വം എന്ന് പ്രേക്ഷകരെ, പ്രത്യേകിച്ച് യുവാക്കളെ ചിന്തിപ്പിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയല്ലേ? അനിൽ ഇപ്പൊ ഈ പറഞ്ഞത് 100% ഇറ്റ്സ് എ ഫാക്ട്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നേരത്തെ സെൻകുമാർ സാർ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് കുട്ടികളുടെ ഈ ജുവനൈൽ പ്രൊട്ടക്ഷൻ, അല്ലെങ്കിൽ ഇത്ര വയസ്സിൽ ഇന്നത് എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള ഈ പ്രൊട്ടക്ഷൻ വെച്ചുകൊണ്ട് അതിനെ മുതലെടുത്തുകൊണ്ട് ഈ ഡ്രഗ് മാഫിയ മുഴുവൻ ട്രാഫിക്കിനും യൂസ് ചെയ്യുന്നത് അണ്ടർ 18 ആയിട്ടുള്ള കുട്ടികളെയാണ്. അതുപോലെ തന്നെ ഇപ്പൊ ടെററിസത്തിനകത്തും നോക്കിക്കഴിഞ്ഞാൽ അത് കാശ്മീരിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇന്റർനാഷണൽ ടെററിസം പോലും വളരുന്നത് അണ്ടർ 18 കുട്ടികളെ വെച്ചിട്ടാണ്. ഇതെല്ലാം അറിയാവുന്ന ഒരു ഫാക്റ്റാണ്. സിനിമയിൽ വയലൻസ് സിനിമ ഒരാളവെന്നല്ല, എത്രയോ അധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. കാരണം 2 മണിക്കൂർ നമ്മൾ വിഷ്വലിയും ഓഡിയോ വിഷ്വൽ ഇമ്പാക്ട് കൊടുത്തുകൊണ്ട് ഒരു വ്യക്തിയെ നമ്മൾ തിയേറ്ററിൽ ഇരുത്തിക്കൊണ്ട് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവരുടെ മനസ്സിനകത്തോട് കയറ്റിയിട്ട് ആ വികാരം അവരുടെ സിരകളിൽ കൂടെ, അത് വയലൻസ് ആണെങ്കിൽ വയലൻസ് കൂടെ വരും, രാജ്യസ്നേഹമാണെങ്കിൽ അവർക്ക് ആ രാജ്യസ്നേഹമായിട്ട് വരുന്നുണ്ട്. ഇത് എൻ്റെ സിനിമകൾ കൂടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഒരു ഡയലോഗ് പോലും പറയാതെ തന്നെ ഓഡിയൻസ് എഴുന്നേറ്റുന്നുകൊണ്ട് ഭാരത് മാതാക്ക് ജയെന്ന് വിളിക്കുന്നത് ആ രാജ്യസ്നേഹത്തിന്റെ സ്പിരിറ്റ് കിട്ടുന്നതാണ്. അതേപോലെ തന്നെയാണ് ഒരു വയലൻസ് സിനിമ കാണുന്ന സമയത്ത് ഇവൻ ഇരുന്നിട്ട് ഇവൻ ആ സീറ്റിന്റെ എഡ്ജിലിരുന്ന് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താ, ഇവന്റെ മനസ്സും മൈൻഡും ബ്ലഡും എല്ലാം അങ്ങോട്ടങ്ങ് ചെല്ലുകയാണ്. പിന്നീട് അവൻ അത് പ്രായോഗികമാക്കുന്നവരാണ്. ക്ലാസ്സിൽ വന്നതിന് ശേഷം കുട്ടികളായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. അവരിൽ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആളുകൾ ഒരുമിച്ച് കൂടുന്നു. എന്നിട്ടെടുക്കുന്നത് ഇത് ആരെങ്കിലും മേലും കൊടുക്കണം. അത് റാഗിങ് രൂപത്തിലാവാം. പക്ഷേ ഇപ്പൊ ഈ ഇന്നലെ താമരശ്ശേരി നടന്നാൽ ഇവിടെ കാലിക്കറ്റിൽ നടന്നിട്ടുള്ള ആ ഒരു സംഭവം, ഇത് നമ്മൾക്ക് ഒരു കാരണവശാലും ഈ കുട്ടികളെന്ന് പറയാൻ പറ്റില്ല.
ഭീകര മൈൻഡ് സെറ്റ് ആയിട്ടുള്ള ഒരു ടെററിസ്റ്റ് മൈൻഡോട് കൂടിയിട്ടുള്ള വളർന്നു വരുന്ന കുട്ടികൾ. ആ കുട്ടികളെ നമ്മൾ ഒരിക്കലും ഇന്നിപ്പോ അവിടെ എല്ലാം പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്, അവരെ എക്സാമിനേഷൻ എഴുതാൻ പാടില്ല, എഴുതിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് ശരിയാണ്. ജനങ്ങളുടെ പ്രക്ഷോഭം ശരി തന്നെയാണ്. ഒരു ടീച്ചർ എന്ന് അവിടെ ഇരുന്നുകൊണ്ട് ഘോരഘോരം, കാരണം കരഞ്ഞുകൊണ്ടാണ് ആ ടീച്ചർ പറഞ്ഞത്. ഞാൻ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ കുട്ടികൾ എന്റെ കുട്ടികളും ഉണ്ടെങ്കിൽ ഞാൻ ഇവനെയൊന്നും പഠിക്കാൻ സമ്മതിക്കില്ല, ഇവനൊന്നും പഠിക്കണ്ട, ഇവൻ ജയിലിൽ കിടക്കട്ടെ. ഇന്ന് എന്തുകൊണ്ട് നമ്മുടെ ഇത്രയും വലിയൊരു ഡെമോക്രാറ്റിക് കൺട്രി ആയിട്ടുള്ള ഇവിടെ പാർലമെന്റിൽ നിങ്ങൾ പല ബില്ലുകളും പാസ്സാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അസംബ്ലിയിലാണെങ്കിൽ പാസ്സാക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഈ ജുവനൈൽ ആക്ട് എന്ന് പറയുന്നത്, ഇന്ന് 14 വയസ്സുകാരൻ 22 വയസ്സുള്ള സ്ത്രീയെ പോലും ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കിയിട്ടുള്ള ചരിത്രം നമുക്കുണ്ട്. അപ്പൊ ഈ 14 വയസ്സുകാരന് അതിനെല്ലാം കഴിവുണ്ടെങ്കിൽ ഇവന് പിന്നെ എന്തിന്റെ മൈൻഡ് സെറ്റിലാണ് നിങ്ങൾ ഈ 18 വയസ്സ് വരെയൊക്കെയുള്ള ഈ എക്സ്ക്യൂസ് കൊടുത്തിരിക്കുന്നത്? ആ ബില്ല് ആദ്യം ലോക്സഭയിലോ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും ഇത് പാസ്സാക്കിയിട്ട് ബഹുമാനപ്പെട്ട കോടതി അതിനെ അപ്രൂവ് ചെയ്തുകൊണ്ട് വി ഗോട്ട് ടു ചേഞ്ച് ദിസ് ലോ എന്ന് നമ്മുടെ അഭയ കേസ് നോക്കിക്കഴിഞ്ഞാലും അതിന്റെ കുറ്റവാളി ആരായിരുന്നു? 16 വയസ്സും 15 വയസ്സുമായിട്ടുള്ളവൻ. അവൻ കാണിച്ചിട്ടുള്ള എന്തായിരുന്നു ഒരു സ്ത്രീയോട് കാണിക്കുന്നത്? അപ്പൊ ഇവന്റെയൊക്കെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയായി മാറിയിരിക്കണം. പിന്നെ ഇവിടെ ഇപ്പം ഇതെല്ലാം നമുക്ക് അറിയാവുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഞാനിവിടെ ഒന്ന് ചോദിക്കട്ടെ, ഇപ്പം ഇതിൽ മുഖ്യപ്രതിയായിട്ടുള്ള, ഞാൻ ഇന്ന് എവിടെയോ ഇതിൽ കണ്ടതാണത്, ഒരു ന്യൂസിന്റെ കട്ടിങ്ങിൽ മുഖ്യപ്രതിയായിട്ടുള്ള ആ പയ്യന്റെ അച്ഛൻ TP വധക്കേസിലടക്കം പ്രതിയായിട്ടുള്ളതും അതുപോലുള്ള ചില ഗുണ്ടാസിന്റെ ഒക്കെ കൂടെ നിൽക്കുന്ന ഫോട്ടോസ് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതിപ്പോ എന്താണെന്നറിയോ ഇവിടെ നടക്കുന്നത്? ഒരു ഡോക്ടറുടെ മക്കളെ ഡോക്ടറാക്കാൻ നോക്കും, എഞ്ചിനീയർ ആകും, പട്ടാള ഓഫീസർ പട്ടാളക്കാരനാക്കാൻ നോക്കും, സിനിമക്കാരനാക്കാൻ നോക്കും. അതുപോലെ ഇപ്പൊ ഇവിടെ ഗുണ്ടാസിനെ ഇതുപോലെ പിള്ളേരെ വളർത്തിക്കൊണ്ടുപോകുന്നുണ്ട്, എൻകറേജ് ചെയ്തുകൊണ്ട് നഞ്ചക്കെല്ലാം എടുത്തുകൊണ്ട് സ്കൂളിൽ പോകാനുള്ള ഒരു സെറ്റപ്പ് വരുന്ന ഒരു 14-15 വയസ്സുകാരൻ എന്ന് പറയുമ്പോൾ അവന്റെ മൈൻഡ് സെറ്റ് എന്താണ്? ഈ നഞ്ചൊക്കെ എവിടെ അടിച്ചാൽ എങ്ങനെ അടിച്ചാൽ കൊള്ളും എന്നുള്ളത് ഇവൻ ഈ പ്രായത്തിൽ ഇത് പഠിച്ചു വെച്ചിരിക്കുകയാണ്. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾക്കൊക്കെ സ്കൂളിൽ പോകുന്നത് നമ്മൾ ചോറ്റുപാത്രം 4 ബുക്ക് കൊടുത്തിട്ട് പോകും. പിന്നെ മാഷന്മാർക്ക് അടിക്കാനുള്ള വടി നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോകുമായിരുന്നു. അത് ഓരോരോ കുട്ടികളുടെ ഡ്യൂട്ടി ആയിരുന്നത്. നാളെ വരുമ്പോൾ രവീന്ദ്രനായിരിക്കും വടി കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആ വടി വീട്ടിലിരുന്നുകൊണ്ട് പുളിവാറ് ഒടിഞ്ഞ് അതിനകത്ത് യാതൊരു വിധത്തിലുള്ള തല്ലുകൊണ്ടാലും പൊട്ടാത്ത രീതിയിൽ നമ്മൾ എണ്ണ വഴി കൊണ്ട് മാഷയിൽ കൊണ്ട് കൊടുക്കുകയാണ്. അന്ന് എന്റെ അച്ഛൻ വന്നിട്ട് എന്റെ മാഷോട് ചോദിക്കില്ല, നിങ്ങൾ എന്തിനാ എന്റെ കുട്ടിയെ തല്ലിയെന്ന്. ഇന്ന് നമ്മൾ കാണുന്ന ചില വൃത്തികെട്ട ഈ മക്കളോടുള്ള സ്നേഹം ഉണ്ടല്ലോ, അത് വൃത്തികെട്ടെന്ന് തന്നെ ഞാൻ പറയാം. നമുക്ക് പണ്ടൊക്കെ ഒരു ചൊല്ലുണ്ട്, ഒന്നാണെങ്കിലും ഒലക്ക കൊണ്ടടിച്ച് വളർത്തണമെന്നുണ്ട്. ഇന്ന് നിങ്ങൾ ഒലക്ക പോയിട്ട് നിങ്ങൾ ഒരു ചുള്ളിക്കമ്പ് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ശകാരിക്കാനുള്ള ചങ്കൂറ്റം നിങ്ങൾക്ക് പാരന്റ്സിനുണ്ടോ? അപ്പൊ അതില്ലാതെ വരുന്ന സമയത്താണ് ഈ കുട്ടികൾക്ക് ഇവരുടെ മാനസികമായിട്ട് ദേ ആർ ഓൾ ബിക്കമിങ് വയലന്റ്. വൈ? ബിക്കോസ് അത് വയലന്റ് കാണിച്ചാലും അവിടെ തിരിച്ചു പറയാൻ ആരുമില്ല. തിരിച്ചൊരു അടി കൊടുത്തിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ അച്ഛനമ്മമാരില്ല. ഇന്ന് അച്ഛനമ്മമാർക്ക് അതിനുള്ള സമയമില്ല. രണ്ടാമത്, ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്നത് ഭരിക്കുന്ന ഗവൺമെന്റുകൾ ഇതിനൊക്കെ ശക്തമായിട്ട് ഇന്നിപ്പം 1500 എത്ര പോലീസുകാരെ അറിയില്ല ഡ്യൂട്ടിക്ക് നിർത്തിയിട്ടാണ് ഇവന്മാരെ എക്സാമിനേഷൻ കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുന്നതെന്ന് പറയുന്നത്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദിസ് ലോജിക് ബിഹൈൻഡ് ഓൾ ദിസ് തിങ്സ്. പിന്നെ ഇവിടെ നമ്മൾ ആദ്യം കുറ്റം പറയും പോലീസുകാരെ എന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ ഡ്രഗ്സിന്റെ ഡീൽ ചെയ്യുന്നത് ആരാണ്? ഇത് ആക്ച്വലി വന്നു കഴിഞ്ഞാൽ ഇത് എക്സൈസുകാരുടെ ജോലിയാണ് ഈ ഡ്രഗ്സ് പിടിക്കുക എന്നൊക്കെ പറയുന്നത്. ഡ്രഗ്സ്, അതുപോലെ തന്നെ കള്ള് ഷാപ്പിൽ പോയിട്ട് കള്ള് എത്രയുണ്ട് ഏതുണ്ട് എന്നിട്ട് ഊതിക്കണം. പക്ഷെ ഇവിടെ പോലീസുകാരെ പിടിച്ചു നിർത്തിക്കൊണ്ട് ഊതിപ്പിക്കുന്ന എന്തിനാണ്? അന്ന് പിണറായി സഖാവിന്റെ ഗവൺമെന്റിലേക്ക് കുറച്ച് പൈസ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് പുറണത്തിനെ പിടിച്ച് റോട്ടിൽ നടത്തിയിട്ട് പോകുന്നതിനും വരുന്നതിനും എല്ലാം ഊതിപ്പിച്ചുകൊണ്ട് വിടും. എന്നിട്ട് 4 കാശുണ്ടാക്കുന്നത്. അത് അത്രയേ ഉള്ളൂ. ആ ഊതിക്കലല്ല ഇവിടെ, അതിലും വലുതും ഒട്ടിച്ചുകൊണ്ട് പോകുന്നവന്റെ യാതൊന്നും പിടിക്കാനുള്ള സെറ്റപ്പ് നിങ്ങളുടെ കയ്യിലില്ല. അപ്പം ഈ എക്സൈസുകാരുടെ ഡ്യൂട്ടി ശരിക്കും എക്സൈസുകാർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എക്സൈസ് മിനിസ്റ്റർ ആയിട്ടുള്ള ഞാൻ MP രാജേഷിന്റെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി ഇത് കേൾക്കണം. കാരണം നിങ്ങൾക്ക് 35-40 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിച്ചിട്ട് കൊടുക്കുന്ന ബാർ ലൈസൻസ് നിങ്ങൾ ഈവനിങ്ങിൽ പോയിട്ട് അവിടെ ഒരു വിജിലൻസിനെ നിർത്തിക്കൊണ്ട് ആ ഈവനിങ് ഈ ബാറുകളിൽ പോയി നോക്കും. ഈ എക്സൈസിന്റെ ആൾക്കാർ അവിടെ വന്നിരുന്നിട്ട് കുപ്പി എണ്ണിക്കൊണ്ട് അവിടെ നിന്ന് മൂക്കറ്റം കുടിച്ച് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത് ഞാൻ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്നുള്ള അറിയാമോ നിങ്ങൾക്ക്? ഏതെങ്കിലും പോലീസുകാർ അവരെ പിടിക്കുന്നുണ്ടോ? അവര് ചെയ്യേണ്ട ജോലി അവർ ചെയ്യാതെ അല്ല, ഈ ബാറുകളിൽ നിന്ന് കുപ്പികൾ വാങ്ങിക്കൊണ്ടു പോകുന്നുണ്ട് ഫ്രീ ആയിട്ട് മൂക്കറ്റം തിന്ന് കുടിച്ച് ഈ കുപ്പിയും കക്ഷത്ത് വെച്ചുകൊണ്ട് വണ്ടിക്കകത്തിരുന്ന് വണ്ടി ഓടിച്ചു പോകുന്ന എക്സൈസുകാരനെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ആ എക്സൈസുകാരനെ പിടിക്കാനുള്ള പോലീസിനില്ല. കാരണം എന്താണെന്നറിയോ? പോലീസുകാർക്ക് അതിനുള്ള പവർ ഇല്ല. അവർ പിടിച്ചു കഴിഞ്ഞാൽ അവന്മാരെ വരട്ടി. ഞാൻ പറയട്ടെ, നെഞ്ചും വിരിച്ച് ഒരു SI അവിടെ നിന്നാൽ മതി, ചങ്കൂറ്റമുള്ള ഒരു SI. എനിക്കിത് ഗവൺമെന്റിന്റെ അല്ല, ഞാൻ ഈ യൂണിഫോം ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വ്യക്തിക്ക് ചില കടമ ഈ സമൂഹത്തിനോടുണ്ട് എന്നും പറഞ്ഞ് ഞാനിപ്പോ ഒരു ഉദാഹരണം പറഞ്ഞാൽ പേരെടുത്ത് തന്നെ ഞാൻ പറയാം. പട്ടാമ്പിയിൽ ഒരു CI ഇപ്പൊ റീസെന്റ് ഒരു 150 ഗ്രാമോളം
MDMA അവിടെ പിടിച്ചിട്ട് നല്ലൊരു വേട്ട നടത്തിയിട്ട് അവിടുത്തെ SI യും CA എല്ലാം കൂടിയിട്ട്, പൽപ്പരാജൻ എന്ന് പറയുന്ന CA, ഇയാളുടെ ചങ്കൂറ്റം ASI ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു സ്ഥലത്ത്. എന്റെ നാട്ടുകാരനാണ്, അതുകൊണ്ടല്ല ഞാൻ പറയുന്നത്. ഇത് അറിയുന്ന സമയത്ത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. അത് ഗവൺമെന്റ് വിളിച്ചിട്ട് യെസ് യു ആർ ഡൺ 150 ഗ്രാം അത് ആൾക്കാരെ വളച്ചിട്ടുകൊണ്ട് മലപ്പുറത്ത് പിള്ളേരെ ഇവിടെ കൊണ്ടുവന്നിട്ടാണ് ഇത് വെപ്പിക്കുന്ന വാങ്ങിക്കാനെന്നുള്ള രീതിയിൽ അവരെ പിടിച്ചത്. അത് പിടിച്ചതിന് ശേഷമാണ് അനൗൺസ്മെന്റ്. അത് കഴിഞ്ഞാൽ പിന്നെ ചോദിക്കില്ല ഇത് ഏത് പാർട്ടിക്കാണ്. ഇപ്പൊ ഇവിടെ എന്താണ്, ആദ്യം നിങ്ങൾ സിദ്ധാർത്ഥന്റെ റാഗിങ് കേസ് ആണെങ്കിലും ശരി, കഴിഞ്ഞല്ല ആദ്യം നോക്കുന്നതിന്റെ പ്രതികൾ ആരൊക്കെയാണ്, പാർട്ടിക്കാരാണെങ്കിൽ പിന്നെ അയഞ്ഞു. ഇവിടെ പാർട്ടിയല്ല സഖാവേ, നിങ്ങളിപ്പോ ഇവിടെ ചെയ്യേണ്ടത് മനുഷ്യത്വമാണ് നിങ്ങൾക്ക് വേണ്ടത്. മുഖം നോക്കാതെ ആദ്യം ഈ കുറ്റം ചെയ്യുന്ന ഇതുപോലുള്ള കുട്ടികളെ ആദ്യം അകത്തിട്ട്, ഇപ്പൊ ദുബായിലൊക്കെ ഈ ഒരു കുട്ടികളോ എന്തോ ആയിക്കോട്ടെ, അവരെ ആദ്യം അകത്തിട്ട് 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് അവന്റെ അച്ഛനും അമ്മയ്ക്ക് പോലും അവനെ കാണാൻ പറ്റുള്ളൂ. എന്തുകൊണ്ട് അങ്ങനെയുള്ള റൂൾസ് ഇവിടെ കൊണ്ടുവരുന്നില്ല? കൊണ്ടുവന്നിട്ട് അവരോട് കിടക്കട്ടെ. അപ്പോഴറിയാം ഈ താലോലിച്ച് തലയിൽ വെച്ച് നടക്കുന്ന ഈ അച്ഛനമ്മമാർ മനസ്സിലാക്കണം, ഇവനെയൊക്കെ ഞാൻ വളർത്തിക്കൊണ്ടുവന്നൊരു വൃത്തികേടാക്കിയിട്ട് ഈ സമൂഹത്തിലുള്ള ഒരു വൃത്തികെട്ട ഒരു സാധനത്തിന് ഞാൻ പുറത്തേക്ക് ഇറക്കുകയാണെന്നുള്ളത്. ഞാനും പഠിപ്പിക്കുന്നുണ്ട് കുറെ കുട്ടികളെ. അവിടെ ഞാൻ ആദ്യം പറയുന്നതാണ്, മക്കളെ, നിങ്ങൾ സമൂഹത്തിൽ മറ്റുള്ളൊരുത്തന് ഉപദ്രവകാരിയായിട്ട് വളരരുത്. നിങ്ങൾ കാരണം ഒരാളും മനസ്സുകൊണ്ട് വേദനിക്കരുത്. ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ സ്വന്തം അച്ഛനമ്മമാർ കൂടെ എടുക്കണം മുൻകൈ. ഗവൺമെന്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഗവൺമെന്റ് എല്ലാം നമുക്ക് ഗവൺമെന്റിന്റെ തലയിൽ വെച്ച് കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ ഇവിടെയുള്ള ഈ ഡ്രഗ്സ് എന്നുള്ളത് ഞാൻ 4 വർഷം മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. ഡ്രഗ്സ് ഇഷ്ടം പോലെ കയറുന്നുണ്ട്. ഇപ്പൊ മണിപ്പൂർ ഇഷ്യൂ പറയുന്നുണ്ട്. നിങ്ങളെ മാറ്റിയ കേസ് അല്ലെങ്കിൽ അവിടെ വർഗീയതയാണ്, അവിടെ വർഗീയത എന്നല്ല നടക്കുന്നത്. മണിപ്പൂർ ഇസ് എ ബിഗ്ഗസ്റ്റ് ഈ ഡ്രഗിന്റെ ഫാക്ടറികളുള്ള സ്ഥലമാണ്. അവിടെ 2 ലോബികൾ തമ്മിലുള്ള വഴക്കാണ് അവിടെ നടക്കുന്നത്. ഞാൻ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ BJP കാരനാണെന്ന് പറയും. അവിടെ ഫാക്ട് അതാണ്. അവിടെ നിന്ന് വരുന്ന ഇത് ഒന്ന് ബർമ്മ വഴിക്ക് അങ്ങ് ഇന്റർനാഷണൽ മാർക്കറ്റിലും പോകുന്നു. അത് കഴിഞ്ഞ് അവിടുന്ന് വരുന്നത് ബാംഗ്ലൂരിൽ നിന്ന് വന്ന് കാലിക്കറ്റ് വന്ന് കാലിക്കറ്റിൽ അല്ലെങ്കിൽ മലപ്പുറം സെക്ടറിൽ കൂടെ വന്ന് പിന്നെ അവർ ശ്രീലങ്കയിൽ പോയി. ഇതൊരു റൂട്ടാണ്. ആ റൂട്ടിൽ ഇപ്പൊ നമ്മളാണ് വിക്ടിമൈസ് ആയിരിക്കുന്നത്. പണ്ട് പഞ്ചാബായിരുന്നു. പഞ്ചാബിൽ ഇപ്പോഴും ഉണ്ട്. കാരണം അവർക്ക് പാകിസ്ഥാനിൽ നിന്ന് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. രാജ്യത്തിനെ തകർക്കാൻ വേണ്ടിയിട്ട് ബാഹ്യ ശത്രുക്കൾ നമുക്ക് എഗൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഇപ്പം ഡ്രഗ് കൂടെയാണ്. അല്ല, ബോർഡറിൽ നിന്നുകൊണ്ട് നമ്മളെ നമ്മുടെ ശത്രുക്കളായിട്ട് ആരും ഇല്ല. ഈവൻ ചൈനക്കാരടക്കം 10 പ്രാവശ്യം ചിന്തിക്കും നമ്മളെ ആക്രമിക്കണോ വേണ്ടതെന്നുള്ളത്. ഗാൽവാൻ കഴിഞ്ഞ ശേഷം ഇപ്പൊ 3 വർഷത്തോളം ആവാറായിരിക്കുന്നു. എന്തുകൊണ്ട് ഇതുവരെ ഒന്നും നടന്നില്ല? കാരണം എന്താ വെച്ചാൽ ഇന്ന് ബോർഡറിൽ നിങ്ങൾ മസിൽ പവർ വെച്ചുകൊണ്ട് ഇന്ത്യനെ ആക്രമിക്കാൻ പറ്റില്ല എന്നുള്ളത് അവർക്കും അറിയാം. ബംഗ്ലാദേശ് ഒരിക്കലും ചെയ്യില്ല. പാകിസ്ഥാന് നല്ലപോലെ അറിയാം. അപ്പൊ പാകിസ്ഥാൻ ചെയ്യുന്ന എന്താണ്? അവർ ഈ ഡ്രഗിൽ കൂടെ നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്നത് വളർന്നു വരുന്ന ഈ തലമുറയെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യം നാളെ നശിക്കും എന്നുള്ളതാണ് അവർ കാണുന്ന ആ ഒരു ആംഗിൾ. അതിന്റെ അതാണ്. അപ്പൊ അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിനെ ഇനി ഇവരന്മാരുടെ കയ്യിൽ പെടാതിരിക്കണമെങ്കിൽ നമ്മൾ ഇവിടെയുള്ള ഗവൺമെന്റ് കണ്ണടച്ചുകൊണ്ട് ഇത് നിർദാക്ഷിണ്യം ഇവന്മാരായിട്ട് ഡീൽ ചെയ്യണം. ജനങ്ങളുടെ വികാരം ഒരു മനസ്സിലാക്കി. ഒരു കാര്യം കൂടെ ഞാൻ ഒന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. അതായത് 2 വർഷം മുമ്പ് നമ്മൾ സേ നോ ടു ഡ്രഗ്സ് അങ്ങനെ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരുന്നു. ഒരുമിക്കാൻ നമ്മുടെ മക്കൾക്കായി. കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട 30 വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു നമ്മുടെ ആ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. അവിടെ തൃശ്ശൂരിലെ ഒരു വിദ്യാലയത്തിൽ ഒരു എക്സൈസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹം സർക്കിൾ ഇൻസ്പെക്ടറാണ്, അദ്ദേഹം വന്ന് പറഞ്ഞു, അതായത് ഈ ഡ്രഗ്സിൻ്റെ എവിടെയാണ് ഉറവിടം, അങ്ങനെ ഒരു ചോദ്യം വന്നു എന്ന് കണ്ടെത്താനാവാത്തതാണോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതൊന്നുമല്ല, നിങ്ങൾ നോക്കിക്കോ, ഒരാഴ്ചക്കുള്ളിൽ ഇതിൻ്റെ ഒരു കിങ് പിന്നെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, അയാളെ ഞങ്ങൾ പിടിക്കും എന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയോ? അങ്ങനെ ഒരു വേദിയിൽ എന്തിനാ ഉദ്യോഗസ്ഥൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി? അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി വന്നു. അതാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്. അതാണ് പറഞ്ഞത്. ആ ആൾക്ക് വാണിംഗ് കൊടുത്തു, മോനെ നീ സൂക്ഷിച്ചോ. കാരണം അയാളുടെ കയ്യിൽ നിന്ന് മാമൂല് വാങ്ങിക്കുന്നതായിരിക്കും ഈ ഉദ്യോഗസ്ഥൻ. അപ്പൊ ഡെഫിനറ്റ് ആയിട്ടും അയാൾക്ക് ആക്ഷൻ എടുക്കണം. ഞാൻ വേറൊരു കാര്യം പറയാം. ഇവിടെ നമ്മുടെ ഒരു പവർഫുൾ ലേഡി നമുക്ക് കൊച്ചിയിൽ അസിസ്റ്റന്റ് കമ്മീഷണർ ഉണ്ടായിരുന്നു. ഷി വാസ് എ വെരി പവർഫുൾ. നൗ DIG IG ആയിട്ട് ഇരിപ്പുണ്ട്. ഷി വാസ് സോ സ്ട്രോങ്, ബട്ട് അറ്റ് ടൈംസ് ഷീ ഈസ് ടു ടെൽ, സർ, സെർട്ടൻ ടൈംസ് അവർ ഹാൻഡ്സ് ആർ ടൈഡ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഗവൺമെന്റില് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് ഇന്നിപ്പം സഖാവ് ഇവിടുത്തെ ഹോം മിനിസ്ട്രിയുടെ ഹെഡാണ്. സഖാവെ, നിങ്ങൾക്കൊണ്ടൊരു പേരക്കുട്ടി വളർന്നു വരുന്നു. നാളെ ഈ കുട്ടി 10ാം ക്ലാസ്സിലെ മറ്റേ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ 6ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ ഏതെങ്കിലും ഒരുത്ത നാക്കിന്റെ അടിയിൽ കൊണ്ടുവന്നൊരു MDMA സ്റ്റാമ്പ് ഒട്ടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു സഖാവെ. അന്നിരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. ഇത് നമ്മുടെ കുട്ടിയാണെങ്കിലും ശരി, ഈ സമൂഹത്തിന്റെ കുട്ടിയാണെങ്കിലും ശരി, അവർക്ക് വേണ്ടി പോരാടണം. അവിടെയാണ് ഒരു യഥാർത്ഥ ഹോം മിനിസ്റ്റർ ആയിട്ടോ മുഖ്യമന്ത്രിയായിട്ടോ ഞാൻ സഖാവിന് സല്യൂട്ട് അടിക്കാം.
കാരണം ഇപ്പൊ അത് ചെയ്യുന്നില്ല. എപ്പൊ നോക്കുന്ന എന്താണ്, പ്രതികളിൽ നമ്മുടെ പാർട്ടിക്കാർ ആരെങ്കിലും ഉണ്ടോ? പിന്നെ അവിടെ ന്യായീകരണം തുടങ്ങുകയാണ്. നാണമില്ലാതെ ന്യായീകരിക്കുന്ന ഒരു വർഗമാണ് ഞാൻ കാണുന്നത്. ആദ്യം അത് മാറ്റിവെച്ചിട്ട് ഇത് എന്റെ ജനങ്ങളാണ്, ഈ 3.5 കോടി ജനങ്ങളിൽ പലരും എനിക്ക് വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇവരുടെ മുഖ്യമന്ത്രിയാണ്, അല്ലെങ്കിൽ ഇവരുടെ ഹോം മിനിസ്റ്ററാണ്, ഇവരുടെ എക്സൈസ് മിനിസ്റ്ററാണ് എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് യു ഡു ഇറ്റ് ഫോർ ദ സൊസൈറ്റി, ഇന്ന് ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഞാനൊരു പെൺകുട്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരു സ്ഥലത്ത് വെച്ച് ഞാൻ ഡ്രഗ് അഡിക്റ്റ് ആയിട്ട് 14 വയസ്സ് തൊട്ടിട്ട് ഡ്രഗ് കഴിക്കുന്ന ഒരു കുട്ടീനെ 17ാമത്തെ വയസ്സിൽ ഒന്ന് ഷെയ്ക്ക് ഹാൻഡ് ചെയ്ത സമയത്ത് കണ്ണീരോട് കൂടിയിട്ട് ഞാൻ പെട്ടെന്ന് കൈവലിച്ചു. കാരണം എന്താ വെച്ചാൽ ആ കുട്ടിയുടെ കൈയിന്റെ ഇത് കേൾക്കുന്ന ഓരോരുത്തരും കുട്ടികളെ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ ഇതിന്റെ ഒരു ഭീകരാവസ്ഥ എന്താണെന്നുള്ളത്. ആ പെൺകുട്ടി 14 വയസ്സ് തൊട്ടിട്ട് ഈ MDMA അടിച്ചുകൊണ്ട് 17ാമത്തെ വയസ്സിൽ ജയിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ കണ്ടത്. ആ കയ്യിൽ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത വഴിക്ക് ഞാൻ കൈ പിറകിലോട്ട് വലിച്ചു. കാരണം എന്താണെന്നറിയോ, ഈ കൈ നമ്മൾ പിടിക്കുന്ന സമയത്ത് സ്ട്രോങ് ആയിട്ട് പിടിക്കും. അപ്പൊ ഈ ഫിംഗർ ആ കുട്ടി പിടിച്ചിരുന്നത് റബ്ബർ ഗ്ലൗസിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് ആ ഗ്ലൗസ് പിടിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. എനിക്ക് പെട്ടെന്ന് ഈറി ഫീലിംഗ് ആണ് വന്നത്. കാരണം എന്താ അറിയോ, ഈ കുട്ടിയുടെ ഈ വെല്ലുകളെല്ലാം നിർമ്മിച്ച് പോയി കഴിഞ്ഞിരിക്കുന്നു. അവളുടെ അന്ത്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും കുട്ടികളെ. ഇത് കാണുന്ന ഓരോ കുട്ടികളും അച്ഛനമ്മമാരും മനസ്സിലാക്കണം, എന്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു ഗതികേട് വരണോ? ആ കുട്ടി സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ശരി, ഇവർ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് അവരുടെ കണ്ണിൽ നോക്കിക്കൊണ്ട് നിങ്ങൾ സംസാരിക്കുമോ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കും ആ കണ്ണ് കലങ്ങിയിട്ടുണ്ടോ, ചുവന്നിട്ടുണ്ടോ, എന്തെങ്കിലും അബദ്ധം ഈ കുട്ടി ചെയ്തിട്ടുണ്ടോ. അന്ന് പിടിച്ചാൽ അത് നിർത്താൻ പറ്റും. നേരെ മറിച്ച് നിങ്ങൾക്ക് ഇത് നോക്കാനും സമയമില്ല. അമ്മമാരാണെങ്കിൽ മൊബൈലിൽ കുത്തിയിരുന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ആ സമയത്ത് പലഹാരം അവിടെ അടുക്കളയിൽ വെച്ചിട്ട് നീ എടുത്തിട്ട് പോയിട്ട് കഴിക്കേ എന്ന് പറയുന്നതിന് പകരം മോളെ വാ, നീ ഇന്ന് എന്ത് ചെയ്തു, അല്ലെങ്കിൽ മോനെ നീ എന്ത് ചെയ്തു. മോൾക്കും മോനും ഇവിടെ യാതൊരു വ്യത്യാസമില്ല എന്ന് എല്ലാവരും ടാർഗറ്റാണ്. എസ്പെഷ്യലി പെൺകുട്ടികളെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കാൻ നമ്മുടെ സമൂഹം മനസ്സിലാക്കണം. ഈ ചർച്ച അതിന്റെ വഴിയാവട്ടെ. ഞാൻ പല ഇപ്പൊ ഞങ്ങൾ കോട്ടയത്ത് KCMയുടെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നു. അവിടെ ഇതൊക്കെ തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ ഇനി സമൂഹം നമുക്കുണരാം. നമ്മളായിട്ട് ഈ കുട്ടികൾക്ക് നമ്മുടെ ഈ ഫ്യൂച്ചറിന് വേണ്ടി നമുക്ക് ചെയ്യാം. ഓരോരുത്തരും കണ്ണു തുറക്കൂ. അല്ല വെറുതെ പോലീസിനെ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. ഇത് പോലീസിന്റെ പണിയില്ല, എക്സൈസുകാരെ. ഞാൻ നേരത്തെ പറഞ്ഞപ്പം അനിൽ പറഞ്ഞു ആ ഒരു കുപ്പി കൊണ്ട് കുപ്പിയല്ല, അവര് ബാറിന് അടിച്ചോണ്ട് പോകുന്നുണ്ട്. അപ്പൊ അവർക്ക് പണി കൊടുക്കണം, അവരെ കൊണ്ട് പണിയെടുപ്പിക്കണം. മുഖ്യമന്ത്രിയോട് ചോദിക്കണം, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു, എന്ത് പിടിച്ചു? ഇത് പാവങ്ങൾ പോലീസുകാരാണ് അപ്പൊ പിടിച്ചോണ്ടിരിക്കുന്നത്. സോ അവരെക്കാൾ കൂടുതൽ എക്സൈസിനാണ് ഇതിലുള്ള പവർ ഉള്ളത്. സോ ലെറ്റ് ദം യൂസ് ദാറ്റ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ സമൂഹത്തിൽ, അതുപോലെ നമ്മളിപ്പോ ഓരോരുത്തരും ഈ സമൂഹത്തിലിരിക്കുന്ന ഓരോരോ വ്യക്തികളും നമ്മളൊന്ന് കണ്ണു തുറന്നിട്ട് ഇതിനൊക്കെ കരച്ചിലും പിടിച്ചും കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ഈ 5 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ ഇതൊക്കെ മറക്കും. പക്ഷെ അതല്ല, ഇതിന്ന് ആയിരങ്ങളിൽ നിന്ന് ലക്ഷങ്ങളിലോട്ട് പടർന്നു കഴിഞ്ഞിരിക്കുന്നത്. ആ തുടക്കത്തിൽ 4000 5000 ഉണ്ടായിരുന്നുള്ളൂ. അതിന്നിപ്പം ലക്ഷങ്ങളായിട്ട് പിള്ളേരുടെ കയ്യിൽ എല്ലാവരും നാക്കനടിയിലുണ്ട്. പിന്നെയുണ്ട് എന്ത് കഴിഞ്ഞാലും ഒരു ശനിയാഴ്ച ആയി കഴിഞ്ഞാൽ ഒരൊറ്റ ഓട്ടം ഉണ്ട് പിള്ളേരുടെ ബാംഗ്ലൂർക്ക്. അതിന് സപ്പോർട്ട് വെച്ചു കൊടുക്കുന്ന അച്ഛനമ്മമാരും ആ പൊയ്ക്കോനെ അടിച്ചു പൊളിച്ചിട്ട് വാ. ഇപ്പൊ ബാംഗ്ലൂരിലോട്ടൊന്നും പോണ്ട ശ്രീ മേജർ രവി. എല്ലാം കേരളത്തിൽ തന്നെ ലഭ്യമാണ്. അതാണ് പറഞ്ഞത്. അതുകൊണ്ട് അച്ഛനമ്മമാരുടെ, എന്റെ കുട്ടി പെൺകുട്ടിയാണ്, അവളൊന്നും ചെയ്യില്ല, പ്ലീസ്, ദേ ആർ ദ ഫസ്റ്റ് ടാർഗറ്റ്സ്. അത് മനസ്സിലാക്കിക്കോളൂ നിങ്ങൾ ഓരോരുത്തരും. അതിൽ നിന്ന് എന്തെല്ലാം സംഭവിക്കുന്നു എന്നുള്ളത്. നാളൊരു പയ്യനെ പിടിച്ചപ്പോ 14 വയസ്സുകാരന്റെ ബാഗിനകത്തുനിന്ന് അവന്റെ അടുത്ത് ഇവിടെ ഉള്ള ബ്രാൻഡുള്ള എല്ലാ കോണ്ടംസും അവന്റെ ബാഗിനകത്തുണ്ടെന്ന്. 4 പെമ്പിളാരും കൂടെ കഞ്ചാവടി ഡ്രഗ് അടിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത്, എന്നിട്ട് ആ 14 വയസ്സുകാരനാണ് നിങ്ങൾ ജുവനൈൽ എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് ഈ സിസ്റ്റം മാറ്റേണ്ട സമയമായിരിക്കുന്നു. എല്ലാവർക്കും ആ ഒരു ടീനേജ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവന്മാരെ കാണേണ്ടത് അങ്ങനെ തന്നെ ആയിരിക്കണം. നമ്മുടെ ടീനേജിലൊക്കെ നമുക്ക് പേടിയായിരുന്നു. എന്തെങ്കിലും ഒരു സിഗരറ്റിന്റെ പുക എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആ വഴിക്കൊന്നും പോകില്ല എന്ന്. കാരണം എന്തെങ്കിലും അയലോക്കത്തേരെ ആരെങ്കിലും കാണുമ്പോൾ വീട്ടിൽ പറയും, അടി ഉറപ്പാണ്. ഇന്ന് എന്റെ അയലോക്കത്തേരൻ പോയിട്ട് പറയില്ല എന്റെ വീട്ടില്, സാറിന്റെ കുട്ടി ഇങ്ങനെ ചെയ്തു, എന്റെ കുട്ടി അങ്ങനെ ചെയ്യില്ല, നീ എന്റെ കുട്ടിക്ക് എഗൻസ്റ്റ് പറയും. ഇതാണ് അച്ഛനമ്മമാരുടെ മൈൻഡ് സെറ്റ്. അന്ന് കാലത്ത് എന്റെ അച്ഛനത് കേട്ടിട്ടുണ്ടെങ്കിൽ വാടി ഉറപ്പാണ്. കാരണം അവരെ വിശ്വസിക്കും. അതുകൊണ്ട് എന്തായി, നമ്മൾ നേരെ കള്ളൊന്നും കൊടുത്തിട്ടില്ല, ഇങ്ങനെ പരിപാടിയിലൊന്നും പോണ്ടി വന്നിട്ടില്ല. അപ്പൊ ഇത് മനസ്സിലാക്കാൻ ഇനിയെങ്കിലും പേരൻസ് ഇറങ്ങണം. അല്ല വെറുതെ പിള്ളേരെ പബ്ലിക്കിൽ വെച്ച് ഉമ്മ വെച്ചിട്ട് തലയിൽ വെച്ച് അത് വെച്ച് ഉമ്മ വെക്കേണ്ടടുത്ത് നിങ്ങൾ ഉമ്മ വെക്ക്, അടിക്കേണ്ടടുത്ത് അടിച്ച് പഠിപ്പിക്കുക, അധ്യാപകർക്ക് പവർ കൊടുക്കൂ. ശ്രീ ഗോകുൽദാസ്, ഒരു കുട്ടി ഒരു പഫ് എടുത്താൽ എന്താണ് കുഴപ്പം എന്ന് ഒരു സാംസ്കാരിക മന്ത്രി ചോദിച്ച നാട്ടിൽ വല്ലതൊക്കെ നടക്കുമോ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ? എന്തായാലും ഇന്നിപ്പോൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്തു. കുട്ടികളിൽ വളർന്നു വരുന്ന ആ ഒരു അക്രമോത്സുകത അതെങ്ങനെ അവസാനിപ്പിക്കണം? പ്രതിപക്ഷവും ഭരണപക്ഷവും അവരുടെ പ്രതിനിധികൾ വളരെ ശക്തമായി ചില കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ നടപ്പിലാക്കാനുള്ള ആർജവം ഭരണകൂടത്തിനുണ്ടോ? നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ
ഇത് തെറ്റെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കുന്നു. അവരുടെ ആത്മവീര്യം കെടുത്തുന്ന ചില ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ ശ്രീ ഗോകുൽദാസ്? ഈ ഒരു പഫ് എടുത്താൽ എന്താണ് കുഴപ്പമെന്നുള്ള ചോദ്യം എന്നെ ഞെട്ടിക്കുന്നു. ഞാൻ 2005 റിട്ടയർ ചെയ്ത ആളാണ്. 20 വർഷമായി. ഇപ്പോഴും എൻ്റെ വിദ്യാർത്ഥിനികൾ എന്നെ കാണാൻ വരാറുണ്ട്. പെൺകുട്ടികൾ കാണാൻ വരുമ്പോൾ അവരവരുടെ മക്കളെയും കൊണ്ടുവരും. ആൺകുട്ടികളാണെങ്കിൽ അവർ 4-5 പേരായിട്ട് വരും, അല്ലെങ്കിൽ ചിലർ ഭാര്യയോടൊത്ത് വരും. എൻ്റെ വിദ്യാർത്ഥികൾ എൻ്റെ സൗഭാഗ്യം ആണ് എന്നാണ് ഞാൻ പറയുക. എൻ്റെ സൗഭാഗ്യങ്ങളാണ് അവർ. കാരണം ഞാൻ കോളേജിൽ ജോലി ചെയ്യുന്ന കാലത്ത് അത്ര ഊഷ്മളമായ ബന്ധം വിദ്യാർത്ഥികളുമായിട്ട് നിലനിർത്തിയിരുന്നു. അധ്യാപകൃത്തിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ഞാൻ കുറേ കൂടി കൂടുതലായിട്ട് പൊതുപ്രവർത്തനത്തിൽ ചെയ്തപ്പോൾ ഒരു സ്കൂളിൽ +2 സ്കൂളിൽ പോകാനിടയായി. അവിടെ ഒരു കുട്ടി ഡ്രഗ് അബ്യൂസറാണ്, അവന് ചെറിയൊരു ഗ്യാങ് ഉണ്ട് എന്ന് മനസ്സിലായി. അത് ആ കുട്ടി തന്നെ എന്നോട് സമ്മതിച്ചു. ഞാൻ ആ കുട്ടിയുടെ ക്ലാസ് ടീച്ചറെ വിളിച്ചിട്ട് ടീച്ചറെ സമ്മതം വാങ്ങി ഞാൻ ടീച്ചറെ വീട്ടിലേക്കൊന്ന് വരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ടീച്ചർ ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, അങ്ങോട്ട് വന്നോളൂ. ഞാൻ 5 തൊട്ട് 6 വരെ അവിടെ ഉണ്ട്. ഞാൻ അവിടെ ചെന്നു. എന്നിട്ട് ടീച്ചറോട് ഈ കുട്ടിയുടെ കാര്യം പറഞ്ഞു. ടീച്ചറെ ആണ് ക്ലാസ് ടീച്ചർ. അപ്പോൾ ടീച്ചർ എനിക്ക് തന്ന മറുപടി എന്നെ ഞെട്ടിച്ചു. സാറേ, ഞാൻ 2 പെൺമക്കളും ആയിട്ട് ഇവിടെ ഫ്ലാറ്റിൽ താമസിക്കുകയാണ്. ഭർത്താവ് ഗൾഫിലാണ്. ഞാൻ ആ കുട്ടിയെ വിളിച്ച് വഴക്ക് പറഞ്ഞാൽ അവൻ എന്താ പറയാമെന്ന് എനിക്കറിയാം. ഞാൻ ഇന്ന് ആത്മഹത്യ ചെയ്യും. ടീച്ചർ എന്നെ ശാസിച്ചു എന്ന് കാരണം എഴുതി വയ്ക്കും. അങ്ങനെ ഭീഷണിപ്പെടുത്തും. അങ്ങനെ ഭീഷണിപ്പെടുത്തിയ സംഭവം ടീച്ചർക്ക് നേരിട്ടറിയാം. അതുകൊണ്ട് തന്നെ ടീച്ചർ അതിന് മുതിരില്ല. ടീച്ചർ എന്നോട് പറഞ്ഞ വാക്കുകൾ ഞാൻ ഇന്ന് ഓർക്കും. ഞാനും എൻ്റെ മക്കളും കൂടെ ജീവിച്ചു പൊക്കോട്ടെ സാർ. ഭർത്താവിന് വലിയ ഉദ്യോഗമൊന്നുമല്ല ഗൾഫിൽ, അതുകൊണ്ട് എനിക്ക് ഈ ശമ്പളം ആവശ്യമുണ്ട്. ഇങ്ങനെ തീരെ ധൈര്യമില്ലാത്ത, ആർജവമില്ലാത്ത അധ്യാപികമാരും അധ്യാപകരും ഉണ്ട്. അധ്യാപകർ ചിലർ കുട്ടികളുടെ കൂടെ അരുതാത്ത രീതിയിൽ ചങ്ങാത്തം കൂടുന്നവരുമാണ്. മറ്റൊരു സ്കൂളിലുണ്ടായ സംഭവം, എന്തൊക്കെയോ പ്രോജക്റ്റിൻ്റെ അടിയിൽ മര്യാദയ്ക്ക് ചെയ്യാതെ ടീച്ചർ ഒപ്പിടാൻ വിസമ്മതിച്ചപ്പോൾ കുട്ടികൾ ഒരു ഗ്യാങ്ങായി ചേർന്ന് വളഞ്ഞു വെച്ച് ടീച്ചറെ കൊണ്ട് ഒപ്പിടിച്ചു. ഇത് രണ്ടും എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണ്. ആ ടീച്ചർമാരുടെ പേരും കാര്യങ്ങളും ഒന്നും പറയാത്തത് അവരെന്നോട് പേര് വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ്. നോക്കി, ഇങ്ങനെ ഒരു ബന്ധം കുട്ടികളായിട്ട് വരാൻ കാര്യം ഈ വളഞ്ഞു വെച്ച മറ്റു കുട്ടികളൊക്കെ തന്നെ ഡ്രഗ് അബ്യൂസേഴ്സാണ്. അതുകൊണ്ട് ഇന്ന് ഒരു പഫ് എടുത്താൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നവർക്ക് അവരോട് പറയേണ്ട, ഒരു പഫ് ധാരാളം മതിയാവും. തുടക്കത്തിൽ അത്രയൊക്കെ ഉണ്ടാവും. ക്രമേണ അയാൾ ടോളറൻസ് ഡെവലപ്പ് ചെയ്യും. പിന്നെ ഇത് കിട്ടിയില്ലെങ്കിൽ വിഡ്രോവൽ സിംറ്റംസ് കാണും. അങ്ങനെ നമ്മുടെ നാട് തകർന്നു പോകും. എനിക്ക് മുമ്പ് സംസാരിച്ച പലരും ഈ ഭീകരവാദവും ഡ്രഗ് അബ്യൂസും തമ്മിലുള്ള ബന്ധമൊക്കെ പറഞ്ഞ് ഞാൻ ഓർക്കുന്നു, ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും. കാരണം ഇന്ത്യ കിടക്കുന്നത് ബർമ മുതൽ വിയറ്റ്നാം വരെ നീണ്ടു കിടക്കുന്ന ഗോൾഡൻ ട്രയാങ്കിളിനും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇറാനും ഉൾക്കൊള്ളുന്ന ഗോൾഡൻ ക്രസൻറ്റിനും ഇടയിലാണ്. അതുകൊണ്ട് ഇന്ത്യയിലൂടെയാണ് ട്രാഫിക്കിംഗ് അധികവും ഡ്രഗിൻ്റെ കാലത്ത്. മറ്റൊന്ന്, നമുക്ക് നീണ്ട കടലോരമുണ്ട്, അതിലൂടെയും കൊണ്ടുപോകുന്നുണ്ട്. സിലോണിലേക്ക് കഞ്ചാവ് കടത്തി തുടങ്ങി ഇന്നും ഇന്നലെയെന്നല്ല. ഇടുക്കിയിൽ നിന്നുള്ള കഞ്ചാവ് സിലോണിലേക്ക് കടന്ന് 1960കളിൽ തന്നെ തുടങ്ങിയിട്ടുള്ളത് എനിക്ക് നേരിട്ടറിയാവുന്നതാണ്. അപ്പം ഇങ്ങനെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഒരു പഫിനെക്കുറിച്ചോ ഈ കുട്ടികളുടെ അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്ന രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ആത്മാർത്ഥതയെ ഞാൻ സംശയിക്കുന്നു. യുവജന പ്രസ്ഥാനങ്ങൾക്ക് ഈ കാര്യത്തിൽ താല്പര്യമില്ല. ആളെ കൂട്ടണമെങ്കിൽ വേണമെങ്കിൽ അവർ ഡ്രഗ് കൊടുത്തോളും. ഒരു കാര്യം ഞാൻ രാഷ്ട്രീയ പ്രവർത്തകരോടൊക്കെ പറയുന്നുണ്ട്, കക്ഷി രാഷ്ട്രീയത്തിനനുസരിച്ച് താളം മാറ്റി ചവിട്ടണം. നിങ്ങളുടെ വീടിൻ്റെ ബാക്ക് യാർഡിൽ വിഷപ്പാമ്പിനെ വളർത്തിയാൽ അതിൻ്റെ ലക്ഷ്യം ചിലപ്പോൾ അയൽക്കാരൻ വരുമ്പോൾ കടിക്കണമെന്നായിരിക്കും. പക്ഷെ പാമ്പ് നിങ്ങളെ വിട്ടെന്ന് വരില്ല. അത് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം, നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദം, നമ്മുടെ പൊതുപ്രവർത്തകർ, നമ്മുടെ മൊത്തം സമൂഹം, നമ്മുടെ അധ്യാപകർ എല്ലാവരും ഓർക്കുന്നത് നന്നു. സന്ദീപ് സേനൻ, മുഖ്യമന്ത്രി നിയമസഭയിൽ ഈ സിനിമയുടെ കാര്യം കൂടി പരാമർശിച്ചു.
അദ്ദേഹം പറഞ്ഞത് ഞാൻ അതേപോലെ വായിക്കുകയാണ്. അതായത് സീരിയലുകളും ചലച്ചിത്രങ്ങളും ഉളവാക്കുന്ന ദുസ്വാധീനങ്ങൾ, വയലൻസ് ആഘോഷിക്കപ്പെടുന്ന നിലയാണ് ഇവിടെ. ഇക്കാര്യങ്ങൾ പരിശോധിക്കാൻ ഒരു സെൻസർ ബോർഡ് തയ്യാറാവുന്നുണ്ടോ? ഏറ്റവും കൂടുതൽ അക്രമവും കൊലയും നടത്തുന്നവൻ ഹീറോ ആവുന്ന അവസ്ഥ. ഈ ഹീറോ വർഷിപ്പ് എല്ലാവരെയും തല്ലി ഒതുക്കുന്നതിലാണ് തൻ്റെ മഹത്വം എന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് കുട്ടിയെ നയിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. സമീപകാലത്ത് ഇറങ്ങിയ ചില സിനിമകളിലെ വയലൻസ് ബെല്ലും ബ്രേക്കും ഇല്ലാത്ത രീതിയിലാണ് അതൊക്കെ പോയത്. അതൊരു യാഥാർത്ഥ്യമാണ്. അത് ഒരു സീരിയൽ കില്ലർ നിരവധി കൊലപാതകങ്ങൾ നടത്തുന്നു. ആ സിനിമയിൽ പോലും വയലൻസ് നിയന്ത്രിച്ച് ചെയ്തിട്ടുണ്ട്, അത് അവതരിപ്പിച്ചിട്ടുണ്ട്. എന്താണ് സംവിധായകൻ ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായിട്ട് കൺവേ ചെയ്യാൻ സംവിധായകന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ നോക്കൂ, ഇപ്പോൾ സമീപകാലത്ത് ഇറങ്ങിയ ഒരു സിനിമയിൽ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ മുഴുവൻ കൊല്ലുന്നത് കാണിക്കുകയാണ്. അത് മണിക്കൂറുകളോളം അതിങ്ങനെ നീണ്ട് നിൽക്കുകയാണ്. ആ ഒരു സിനിമ കണ്ടിറങ്ങുന്ന ഒരു വ്യക്തി, പ്രത്യേകിച്ച് നമ്മുടെ യുവാവ്, അതിൽ നിന്ന് എന്ത് സന്ദേശമാകും ഉൾക്കൊള്ളുക? അതിൽ ഞാൻ ആദ്യമേ പറയട്ടെ, ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ കാര്യത്തിന് ഞാൻ തീർത്തും അതിനോട് എനിക്ക് ഒരു തരത്തിൽ വിയോജിപ്പുണ്ട്. മറ്റൊരു തരത്തിലുള്ള യോജിപ്പിനെ കുറിച്ചും ഞാൻ പറയാം. കാരണം ഇത് ഒരു കഴിഞ്ഞ മാസമോ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഇറങ്ങിയ ഒരു സിനിമ കൊണ്ട് മാറുന്ന സമൂഹമല്ല നമ്മുടെ സമൂഹം. നമ്മൾ അതിലും എന്താ വളരെ ലിറ്ററേറ്റ് ആയിട്ടുള്ളൊരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ഒരു സിനിമ തീർച്ചയായിട്ടും ഒരു സ്വാധീന ശക്തി തന്നെയാണ്. സിനിമ എപ്പോഴും ഒരു സോഫ്റ്റ് പവറാണ്. സിനിമ സ്വാധീനിക്കാറുണ്ട് പലതരത്തിൽ, നല്ലതായിട്ടും നല്ല രീതിയിലും അത് മോശം രീതിയിലും സ്വാധീനിക്കുന്ന ചില പ്രവണതകൾ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നുണ്ട്. മറിച്ച് സിനിമയെക്കുറിച്ച് പറയുമ്പോൾ സിനിമ എപ്പോഴും സമൂഹത്തിൻ്റെ ഒരു കണ്ണാടിയാണ്, അല്ലെങ്കിൽ റിഫ്ലക്ഷൻ ഓഫ് ദ സൊസൈറ്റി എന്ന് പലപ്പോഴും പറയാറുണ്ട്. കാരണം വെച്ചാൽ സമൂഹത്തിൽ നടക്കുന്ന ചില നന്മകളെയും തിന്മകളെയും തുറന്നു കാട്ടാൻ സിനിമ ശ്രമിച്ചിട്ടുണ്ട്. സിനിമ എന്ന് പറയുന്ന മാധ്യമം ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി എന്ന് പറഞ്ഞ എത്രയോ ചിത്രങ്ങൾ, അത് പോലീസാണെങ്കിലും അത് ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിലും പോലീസിനെ ഏറ്റവും ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് പ്രകീർത്തിച്ചുകൊണ്ട് ഉള്ള സിനിമകളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നിയമ സംവിധാനത്തിൻ്റെ പഴുതുകൾ പറഞ്ഞ് അതിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള സിനിമകളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഇവിടെ വളരെ 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 സജീവമായിട്ട് സിനിമ എന്ന് പറയുന്ന മാധ്യമത്തിൽ നടക്കുന്നുണ്ട്. അദ്ദേഹം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതിനിധാനം ചെയ്യുന്ന ഇത് രാഷ്ട്രീയമാണ്. ഈ എത്രയോ കൊല്ലമായിട്ട് രാഷ്ട്രീയത്തിൽ ഇത്തരം ഹിംസാത്മക പ്രവണതകളുണ്ട്. ഇപ്പോൾ ഞാൻ പറയുന്നത് ഹിംസാധിഷ്ഠിത താരോദയം പലപ്പോഴും രാഷ്ട്രീയത്തിൽ ഉണ്ടാവാറുള്ളതാണ്, നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അദ്ദേഹം തന്നെ പലപ്പോഴും ഊരിപ്പിടിച്ച വാളിൻ്റെ ഇടയിൽ കൂടി നടന്നു വന്നതും ആക്ഷനെ കുറിച്ചുമൊക്കെ സംസാരിച്ചിട്ടുള്ള അദ്ദേഹമാണ്. അപ്പോൾ അത് പെട്ടെന്ന് ഒരു ദിവസം ഒരു വിഷയം വന്നപ്പോൾ അത് സിനിമയിലേക്ക് പഴിചാരുക എന്ന് പറയുന്നത് അത് നല്ലൊരു പ്രവണതയല്ല. മറിച്ച് സിനിമയിൽ ഇത്തരം കാര്യങ്ങളുണ്ടോ? ഉണ്ട്. ഞങ്ങൾ നിർമ്മാതാക്കളുടെ അസോസിയേഷൻ ഒരു 1.5 കൊല്ലമോ 2 കൊല്ലമോ മുമ്പ് അതിൻ്റെ പ്രസിഡൻ്റായിരുന്ന ശ്രീ രഞ്ജിത്ത് ഒരു പത്രസമ്മേളനം നടത്തിയപ്പോൾ ഇതിനകത്ത് ഇത്തരം ലഹരികളുടെ അതിപ്രസരമുണ്ട് എന്ന് ഞങ്ങൾ തുറന്നു പറഞ്ഞതാണ്. സർക്കാർ അതിൽ ഇടപെടണം. ഇതേ സർക്കാർ തന്നെയായിരുന്നു, ഇതേ മുഖ്യമന്ത്രി തന്നെയായിരുന്നു. ഞങ്ങൾ 2 കൊല്ലം മുമ്പ് അത് പറഞ്ഞപ്പോൾ അന്ന് ഞങ്ങളെ വേട്ടയാടുകയാണ് ചെയ്തത്. മറ്റൊരു വശത്തുകൂടി ഇത് ഉപയോഗിക്കുന്നവരായിരിക്കാം, ഇത് ഉപയോഗിക്കുന്നവരുടെ സ്വാധീനമായിരിക്കാം, ഭരണകക്ഷിയിലുള്ള രാഷ്ട്രീയ സ്വാധീനമായിരിക്കാം, ഇതെല്ലാം ഞങ്ങളെ വേട്ടയാടുകയാണ് ചെയ്തത്, ഇത് തുറന്നു പറഞ്ഞുകൊണ്ട്. അപ്പം ഇപ്പോൾ പുതുതായിട്ട് വരുന്ന വാക്കുകളാണല്ലോ അമ്മാവന്മാരും തന്തവൈബും ഒക്കെ. അപ്പം ഈ പറയുന്ന കാര്യങ്ങൾ പാടെ തള്ളിക്കളയുകയും അവരുടെ സൗകര്യാർത്ഥം മാറ്റിവെക്കുകയും ആവശ്യാനുസരണം സിനിമയെ എടുത്ത് മുന്നിലൊരു ഷീൽഡാക്കി വെക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഹിംസ എങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മളിപ്പോൾ ഇവിടെ ഇന്ന് സംസാരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ഒരു 1-1.5 ആഴ്ചക്കിടയിൽ നമ്മുടെ നാട്ടിൽ നടന്ന പല വിഷയങ്ങളാണല്ലോ കാരണം. ഒരു കുടുംബത്തിലുള്ള ഇത്രയും പേരെ കൊല്ലുന്നു, ഒരു കുട്ടി പിള്ളേർ തൃശ്ശൂരിൽ തമ്മിൽ തല്ലുന്നു, അതിലൊരാൾ മരണപ്പെടുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പാടെ ആദ്യമേ നമ്മൾ തുടക്കം ഇതിൻ്റെ വേരെവിടെയാണ് എന്ന് നമ്മൾ നോക്കുമ്പോൾ അത് ഇത്തരം ലഹരി ഉപയോഗത്തിൻ്റെ പുറത്താണെങ്കിൽ അതല്ലേ നമ്മൾ തേടിയെത്തേണ്ടത്. അതിന് ഒരേപോലെ ഞാൻ ഭരണപക്ഷത്തിനെയും പ്രതിപക്ഷത്തിനെയും അവർ രണ്ടുപേരും ഉത്തരവാദികളാണ് എന്ന് ഞാൻ പറയും. കാരണം ഇന്ന് പ്രതിപക്ഷത്തിരിക്കുന്നവർ അന്ന് ഭരണപക്ഷത്തിരുന്നപ്പോൾ
അതായത് കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട കോൺഗ്രസിലെ സമുന്നത നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല പറയുന്ന 3 സിനിമകളുടെ പേരെടുത്ത് പറഞ്ഞു അദ്ദേഹം പരാമർശിക്കുന്നത് ഞാൻ ഏതൊരു ന്യൂസിൽ ഒരു ഇതായിട്ട് കണ്ടു. അപ്പോൾ ഈ 3 സിനിമകൾ എടുത്ത് പറയുമ്പോൾ 2015 ഒരു ബാറ് നിരോധനം കൊണ്ട് അദ്ദേഹമൊക്കെ അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്നു, അന്ന് ശ്രീ ബഹുമാനപ്പെട്ട മരിച്ചുപോയ ഉമ്മൻചാണ്ടി സാറായിരുന്നു അന്ന് മുഖ്യമന്ത്രി, KPC പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ VM സുധീരൻ, ഇവരെല്ലാവരും കൂടി ആലോചിച്ച് കേരളത്തിലുള്ള എല്ലാ ബാറുകളും പൂട്ടുമ്പോൾ മറ്റൊരു ലഹരി അല്ലെങ്കിൽ മറ്റൊരു ഒരു ഓൾട്ടർനേറ്റ് ആയിട്ട് ഇത്തരം ലഹരികൾ അല്ലെങ്കിൽ കെമിക്കൽ ഡ്രഗ്സ് പടർന്നു കയറും എന്നുള്ള ഒരു യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കിയില്ല. അത് പൂട്ടിക്കിടക്കുന്ന കാലത്തോളം മറ്റൊരു വഴിയിലേക്ക് അവർ തിരിഞ്ഞു. അത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഏകദേശം 10 കൊല്ലമായി. അന്ന് 10 വയസ്സുള്ള പിള്ളേർക്ക് ഇന്ന് 20 വയസ്സായി, അന്ന് 15 വയസ്സുള്ള പിള്ളേർക്ക് ഇന്ന് 25 വയസ്സായി. ആ സമൂഹത്തിനെ കാർന്ന് തിന്നുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ന് എത്തി. അപ്പം ഇവർ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരേപോലെ ഇതിനകത്ത് അവർ കാരണക്കാരാണ്. സിനിമയെ ഈ പറയുന്ന പോലെ അവർക്ക് ഇതിനെ ഇത് ചെയ്യാനായിട്ട് പറ്റിയില്ല. സിനിമയ്ക്കകത്തുള്ള എത്രയോ പേരെ ഇതിനോടകം അവർ ട്രാക്ക് ചെയ്തിട്ടുണ്ടാവാം. സിനിമയിലൊരു നടനെ എത്രയോ കുറച്ച് ദിവസം റിമാൻഡ് ചെയ്തിട്ടുമുണ്ട്. അപ്പം അവർ വളരെ ഇതായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് ഇപ്പോൾ അവർ നടക്കുകയല്ലേ. അപ്പോൾ അവർക്ക് എവിടെയോ ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ടല്ലേ ഇത്തരം കാര്യങ്ങൾ. സിനിമയ്ക്കകത്ത് ഇത്തരം പ്രവണതകളുണ്ട്, അതെങ്ങനെയാണ് അത് ഇത് ചെയ്യേണ്ടത്. അപ്പം ഇത് ഉപയോഗിക്കുന്ന ഒരു 5 പേരെ പിടിച്ച് പത്രത്തിൽ വാർത്ത വന്നിട്ട് കാര്യമില്ല. എവിടെയാണ് ഇതിൻ്റെ വേരെന്നറിഞ്ഞ് അത് സർക്കാർ നിയമ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ പോലീസല്ലേ അതിനെ ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ നാർക്കോട്ടിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പം അതിന് സിനിമയുടെ പുറത്ത് പഴി ചാരുന്നത് ഒരു ശരിയായ പ്രവണതയല്ല. എന്തുണ്ടെങ്കിലും അത് സിനിമയാണ് ഇവിടെ ഏറ്റവും വലിയ കുഴപ്പക്കാർ എന്ന് പറയുന്നതിൽ ഇല്ല. സിനിമയിലുണ്ട്, സിനിമ തീർച്ചയായിട്ടും ഇത്തരം ഒരു എന്താ പറയുക, ഇടുക്കിയിൽ നിന്ന് വരുന്ന ഇടുക്കി ഗോൾഡ് എന്ന് പറയുന്ന സിനിമ ഇതിനെ പ്രകൃതിച്ചെടുത്തൊരു സിനിമയാണ്. അതിനോട് നമ്മൾ യോജിക്കുന്നില്ല. അങ്ങനെയുള്ള സിനിമകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് സമൂഹത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരം സിനിമകൾക്ക് എന്താണ് അതിനുള്ള കാര്യങ്ങൾ എന്നുള്ളത് തീർച്ചയായിട്ടും ചർച്ച ചെയ്തു. സന്ദീപ്, എന്തായാലും ഇന്ന് ക്രമസമാധാന ചുമതല വഹിക്കുന്ന ADGP അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതായത് ഈ പ്രൊഡ്യൂസേഴ്സുമായിട്ട് ആലോചിക്കും, സിനിമയിൽ വയലൻസ് എങ്ങനെ അത് കൺട്രോൾ ചെയ്യാമെന്നതിനെക്കുറിച്ച് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായിട്ട് ചർച്ച ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സന്ദീപ് നേരത്തെ തന്നെ പറഞ്ഞു അങ്ങനെ നിങ്ങളും സർക്കാരിൻ്റെ മുന്നിൽ ചില നിർദ്ദേശങ്ങളൊക്കെ സമർപ്പിച്ചിരുന്നു എന്നുള്ളത്. ഇത് സ്വാഗതം ചെയ്യുന്നുണ്ടോ? അതിനകത്ത് വയലൻസ് അത് വയലൻസ് അതിനകത്ത് ഒരു ഇതല്ല. വയലൻസ് എന്ന് പറയുന്നത് ഈ സമൂഹത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ സിനിമയിലേക്ക് കാണിക്കുന്നത്. പിന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ മാത്രം ഇതിനകത്ത് വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാരണം വെച്ചാൽ ഇതിനകത്ത് ക്രിയേറ്റീവ് കോളുണ്ട്, അത് ഡയറക്ടേഴ്സാണ് അല്ലെങ്കിൽ അതിനകത്ത് എഴുതുന്ന റൈറ്റേഴ്സാണ്. അപ്പം അങ്ങനെ അത്തരം എല്ലാവരെയും കൂടി ചേർത്ത് ഇത് ഇങ്ങനെ ഇത്രയും വയലൻസ് ഇത് ചെയ്യുന്ന സീക്വൻസസ് അഭിനയിക്കണോ എന്നുള്ളത് നടൻ്റെയും കൂടെ തീരുമാനമല്ലേ. അദ്ദേഹം അത് ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ അവിടെ നടക്കില്ല. അപ്പോൾ ഇതൊരിക്കലും ഒരു പ്രൊഡ്യൂസേഴ്സിൻ്റെ മാത്രം കോളല്ല. അതിനകത്ത് ഡയറക്ടേഴ്സ് ഉണ്ട്, റൈറ്റേഴ്സ് ഉണ്ട്. അതിൽ ആ പെർട്ടിക്കുലർ ക്യാരക്ടറോ അല്ലെങ്കിൽ അതിൽ അഭിനയിക്കാനായിട്ട് തീരുമാനമെടുക്കുന്ന ഒരു നായക നടനോ അല്ലെങ്കിൽ അതിനകത്തൊരു പ്രതിനായകനോ ഒക്കെ ഉണ്ട്. സിനിമയിൽ എപ്പോഴും നായകനും പ്രതിനായകനും കാലാകാലങ്ങളിലുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് അവരാണ്. ഒരു നായകൻ ആ സിനിമ ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സിനിമ നടന്നില്ല എന്ന് വരും. അത് മറ്റൊരു നായകനിലേക്ക് പോകുമ്പോൾ. അപ്പോൾ എല്ലാവരും കൂട്ടുത്തരവാദിത്വം ഇതിനകത്തുണ്ട്. അതൊരിക്കലും അത് സിനിമ മാത്രമല്ല. അദ്ദേഹം ഇത് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഞാൻ ഒരു കാര്യം പറയുന്നത് വെച്ചാൽ സർക്കാർ എടുക്കേണ്ട തീരുമാനം എന്ന് പറയുന്നത് ഇത്തരം രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇവിടെ നിൽക്കട്ടെ. എത്രയോ കൊലപാതകങ്ങൾ നടക്കുന്നു. നഴ്സിംഗ് കോളേജിലും വെറ്റിനറി കോളേജുകളിലും കൊലപാതകം നടക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം ഒരു യുവജന നേതാവ് പറയുന്നുണ്ട്, സമൂഹത്തിലെ ഏറ്റവും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ TP ശ്രീനിവാസൻ. അദ്ദേഹത്തിൻ്റെ മുഖത്തടിച്ചത് തെറ്റല്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഒരു വയലൻസിനെ നമ്മൾ ഇത് ചെയ്യുന്നതല്ലേ, ഗ്ലോറിഫൈ ചെയ്യുന്ന കാര്യങ്ങളല്ലേ. ഇതൊക്കെ താരാരാധനയ്ക്കുള്ള കാരണങ്ങളല്ലേ. അതൊക്കെ എവിടെയാണ് മറന്നു പോകുന്നതും ഒരിക്കലും സിനിമ മാത്രം ഇതിനൊരു കാരണമായി മാറുന്നതും ഒരിക്കലുമല്ല. ക്ലാസ്മേറ്റ്സ് പോലെ ഒരു സിനിമ ഉണ്ടായിട്ട് ഇവിടെ റീയൂണിയനുകൾ ഉണ്ടായിട്ടുണ്ട്. അത് നന്മയുടെ ഭാഗമല്ലേ, പഴയ ആൾക്കാരെ കൂട്ടിച്ചേർത്ത് എല്ലാവരും കാണുക എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ ആൾക്കാർ ഓർക്കാത്തത്, സർക്കാർ ഓർക്കാത്തത്? അല്ല നല്ല സന്ദേശങ്ങൾ പകരുന്ന സിനിമകൾ ഉണ്ടാവട്ടെ.
മേജർ രവി, എനിക്ക് താങ്കളുടെ അഭിപ്രായം കൂടി അറിയണം. അങ്ങനെ തന്നെയല്ലേ സിനിമ എല്ലാ കാലവും ഉണ്ടായിട്ടുണ്ടേ? അതെ അതെ, തീർച്ചയായും. മേജർ രവി, ഇതിൽ ഒരു കൺട്രോൾ, ഒരു ചെക്ക് വരാൻ പോകുന്നു. അത് ഈ സമൂഹത്തിൻ്റെ ഒരു അനിവാര്യത തന്നെ ആയിട്ടല്ലേ കാണേണ്ടത്? ഈ ഒരു വർത്തമാന കാലത്തിൻ്റെ ഒരു അനിവാര്യതയായിട്ട് തന്നെയല്ലേ കാണേണ്ടത്? നേരത്തെ സന്ദീപ് പറഞ്ഞ പോലെ തന്നെ ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾ സിനിമ കാരണമാണ് എന്ന് പറയുന്നതിൽ എനിക്ക് ഐ നോട്ട് അഗ്രി ഫോർ ദാറ്റ്. പക്ഷേ യെസ്, സിനിമ ഒരളവ് വരയ്ക്ക് ഇൻഫ്ലുവൻസ് ചെലുത്തുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഇതിനെല്ലാം നോക്കാൻ വേണ്ടിയിട്ടാണ് സെൻസർ ബോർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കാശും കൊടുത്ത് അവിടെ വെച്ചിട്ടുണ്ട് കുറച്ചുണ്ട്. അവരുടെ കൂടെ കടമയല്ലേ സമൂഹത്തിനകത്ത് ഇങ്ങനൊരു സിനിമ വരാൻ പാടില്ല, ഇത് കാണിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇത് ഇന്നതാണ്, വെറും 18 വയസ്സിന് മേലുള്ളവർക്ക് കാണാം എന്നും പറഞ്ഞുകൊണ്ട് വിടുന്ന സമയത്ത് അവർ ആലോചിക്കണം, ഇത് പിന്നീട് OTT പ്ലാറ്റ്ഫോമിനും പലയിടത്തും വരും ഈ സിനിമ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എന്തുകൊണ്ട് അവരെ അതിനൊരു ഫുൾ സ്റ്റോപ്പ് അവിടെ ഇട്ടില്ല? അപ്പൊ അവരെ വെറുതെ വിടാൻ പറ്റുമോ? അവരും ചോദ്യത്തിന് ഉത്തരം പറയേണ്ടവരാണ്. പിന്നെ ഇപ്പൊ ഇങ്ങനെ സംഭവം വന്നു, ഒരു കുട്ടീനെ തലക്കടിച്ചു കൊന്നു, 5 പേര് കൊന്നത് കുട്ടികൾ. ഇതിനെ ഇനിയിപ്പോ ഇതെല്ലാം കൂടെ പറഞ്ഞ് എല്ലാ ചർച്ചകളും പോലെ തന്നെ ആനിൽ നമ്മളിങ്ങനെ പല കാര്യങ്ങളും ചർച്ച ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പറയും ഈ ചർച്ച കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞാൽ വേറൊരു കേസ് വരും, അത് കഴിഞ്ഞ് പോകും. കോട്ടയത്തെ മെഡിക്കൽ കോളേജിന്റെ ഇഷ്യൂ വന്ന സമയത്തും അത് അന്ന് ചർച്ച ചെയ്ത് അത് കഴിഞ്ഞ് പോയി. ഇനി എന്തോന്നുള്ളത്, വയനാട്ടിൽ സിദ്ധാർത്ഥന് ഇതുവരെയ്ക്കും ഒരു നീതിയും ലഭിച്ചിട്ടില്ല. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ ചാനലിൽ ഇരുന്ന് പറയുന്ന സമയത്ത് ഇത് കാണുന്നവരോട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇനിയിപ്പോ നമ്മളെല്ലാം ഒരുമിച്ചൊരു കൂട്ടായ്മ ഇതിനകത്ത് വന്നുകൊണ്ട് സമൂഹം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എവിടെ എന്ത് ഇൻഫർമേഷൻ ഉണ്ടെങ്കിലും അതിനെ നേരിടാൻ വേണ്ടി, ശരിയാണ് ചില പിള്ളേരുടെ അടുത്ത് നമുക്ക് എന്തെങ്കിലും ചോദിക്കാൻ പേടിയാണെന്നുള്ള നേരത്തെ ആ ടീച്ചർ പറഞ്ഞത് കറക്റ്റാണത്. അയലോക്കത്താരൻ ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ ടീച്ചറുടെ ഭയം എന്താണ്, ഇവന്റെ കയ്യിൽ എന്താണെന്നുള്ള അറിയില്ല. കാരണം അവൻ സ്വബോധത്തിലല്ല വരുന്നത്, സ്വബോധത്തിലല്ല എന്നുള്ളത് അതിന്റെ ഒരു കഥ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോയി കളയും. കോട്ടയത്ത് നടന്നിട്ടുള്ള സംഭവം. കാരണം സ്വന്തം പെങ്ങളെ പോലും ബലാത്സംഗം ചെയ്യുന്ന ഒരു ബ്രദറിന് അതിന്റെ കേസ് എനിക്കറിയാം. കാരണം അവൻ ആ വീട്ടിനകത്ത് ഇരുന്നുകൊണ്ട് ഇതിന് ഡ്രഗിന് അഡിക്റ്റ് ആണ്. ആ കുട്ടിക്കാണെങ്കിൽ പറയാനും പറ്റുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കാം നമ്മുടെ സമൂഹം എവിടെ പോകുന്നു എന്നുള്ളത്. ഇതിനെ കണ്ടുപിടിച്ചത് ഒരു പോലീസുകാരൻ തന്നെയാണ്. ആ പോലീസുകാരൻ എന്താ ഒരു കാര്യമില്ല. പക്ഷെ ആ പോലീസുകാരൻ കൗൺസിലിംഗ് ചെയ്ത് സ്കൂളുകളിൽ നിന്ന് ഇതുപോലുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ട് ഈസ് ടു ഡു ഇറ്റ് അറ്റ് ഹിസ് ഓൺ ഇൻട്രസ്റ്റ്. എത്ര പോലീസുകാർ അങ്ങനെ ചെയ്യുന്നുണ്ട്? ഇതെന്റെ ജോലി എന്നല്ല, ഞാനങ്ങ് പോകുന്നു. നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട്. നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതാണത്. ഞങ്ങളിപ്പം ഈ KCMA ആയിട്ട് ആന്റി ഡ്രഗ്സ് ക്യാമ്പയിൻ ഉണ്ട്. നമ്മൾ ഈ ക്യാമ്പയിൻ മാത്രം നടത്തിക്കൊണ്ടായില്ലല്ലോ. നമുക്ക് ഗവൺമെന്റ് അതുപോലെ തന്നെ പറഞ്ഞ് എനിക്ക് നിങ്ങളൊരു 10 നെഞ്ചം വിരിച്ചു നിൽക്കുന്ന SIമാരെ നമ്മുടെ കയ്യിൽ കൊടുക്കുക, ഞാൻ നിർത്തിത്തരാം ഇത്. കാരണം അതിന് ചങ്കൂറ്റമുള്ള കുറച്ച് ആൾക്കാരും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗവൺമെന്റും നമുക്കുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഈ ഡ്രഗ്സിനെ നമുക്ക് നിർത്താൻ പറ്റുന്നേ ഉള്ളൂ. ഇത് അടിയിലും ഇതൊരു ഒടിയില്ല. അത് കുട്ടികളാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അത് ടീച്ചറിൽ നിന്ന് മാതാപിതാ ഗുരു ദൈവം എന്ന് പറഞ്ഞിട്ട് ആ ഗുരുവിനെ ഇപ്പൊ നിങ്ങൾ ഒരു കുരുവാക്കിയിട്ട് അങ്ങ് മാറ്റി നിർത്തിയിരിക്കുന്നു. ആ ഗുരുനാഥന്മാരെന്ന് ഈ കുട്ടികളുടെ വളർച്ചയ്ക്ക് വേണ്ട ഒരു അവിഭാജ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. ആ ഗുരുനാഥന്മാരെ നിങ്ങൾ മാറ്റി നിർത്തി കുടുംബത്തിൽ നിന്ന് മാറ്റി നിർത്തി അച്ഛനമ്മമാർ, വിദ്യാർത്ഥികൾ, മാതാപിതാക്കൾ, ഇതൊക്കെയാണ് മാറേണ്ടത്. ഇത് മാറിയിട്ട് നമ്മൾ ഈ 3 മാതാവും പിതാവും ഗുരുവുമാണ് ദൈവമെന്ന് കണ്ടിരിക്കുന്ന ആ ഒരു പഴയ കാലത്തിലോട്ട് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സമൂഹം. പക്ഷെ ഇപ്പൊ നമ്മൾ വളരെയധികം ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഈ ഡ്രഗ്സിന്റെ വിഷത്തിലോട്ട് അത് ഇനിയും കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ്. ഇത് ടെസ്റ്റ് ചെയ്യാൻ ആദ്യം, നേരത്തെ ഇതിനു മുന്നേ ഒരാൾ പറഞ്ഞത് ഞാൻ കേട്ടു, ഒരു പ്രാവശ്യം ട്രൈ ചെയ്യാന്ന്. ഞാൻ ചോദിക്കുന്നത് ഇവരെന്താ ഈ സയനൈഡ് ട്രൈ ചെയ്യാത്തത്? ഒരു പ്രാവശ്യം സയനൈഡ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നാട്ടിൽ നിന്ന് വെച്ച് നോക്ക്. അപ്പൊ അത് തൊട്ട് കഴിഞ്ഞാൽ മരിക്കും എന്നുള്ള ഉറപ്പാണ്. അത് തന്നെയാണ് മക്കളെ ഈ ഡ്രഗ്സും. അതാണ് സയനൈഡ് ആണ് അതിലും ബെറ്റർ. നിങ്ങൾ അന്നങ്ങ് പോവും. പക്ഷെ പിന്നീട് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന വേദന, ജീവിതകാലം മുഴുവൻ വേദനിച്ച് നരകിച്ച് മരിക്കും നിങ്ങൾ. ഇത് നിങ്ങൾ മനസ്സിലാക്കിയോ? അപ്പൊ നിങ്ങൾക്ക് തോന്നുകയാണ്, വല്ലവരും പറയാണ് ഞാൻ ചെയ്തേ പറ്റൂ, നിങ്ങൾ ഒരു ശകലം സയനൈഡ് വാങ്ങിച്ച് നാട്ടിൽ വെച്ചിട്ട് ആ ജീവിതം അങ്ങ് അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത് ഇതിനേക്കാൾ. അല്ലെങ്കിൽ നിങ്ങൾ ജീവിതം മുഴുവൻ ഈ സമൂഹത്തിന് മുഴുവൻ കാർന്നു നിന്ന ഈ വിഷത്തിന് നിങ്ങൾ അടിമപ്പെടും. അരുത്, പ്ലീസ്. ചേരുന്നു ടീച്ചറെ. ആദ്യം തന്നെ ഒരു ബിഗ് സല്യൂട്ട്. എന്തായാലും വളരെ ഇമോഷണൽ ആയിട്ടാണ് ടീച്ചർ അവിടെ പ്രതികരിച്ചത്. ടീച്ചർ പറഞ്ഞത് ഈ ശിക്ഷാ നിയമം മാറ്റി എഴുതണം എന്നുള്ളതാണ് അല്ലേ? ടീച്ചർ അങ്ങനെ അവിടെ വന്ന് പ്രതികരിക്കാനുള്ള ആ ഒരു ചേതോവികാരം എന്തായിരുന്നു?
ടി വിയിൽ ഇങ്ങനെ കണ്ടിട്ട് തന്നെ വന്നതാണ്. ടി വി കണ്ടിട്ട് വന്നതാണ്. പക്ഷെങ്കിൽ നമുക്ക് ശരിക്കും പ്രതികരിക്കേണ്ടതായിട്ട് തോന്നിയിട്ട് തന്നെ വന്നതാണ്. എന്നാന്ന് വെച്ചാൽ ഇപ്പം മദ്യവും മയക്കുമരുന്നും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾ കൊണ്ടും എല്ലാവരും കുട്ടികളെല്ലാം നശിക്കുകയാണ്. കുട്ടികൾ തന്നെയല്ല, ഓരോ കുടുംബങ്ങളും നശിക്കുകയാണ്. അപ്പോൾ അതിന് പ്രതികരിച്ചാൽ പറ്റുമെന്ന് തോന്നിയിട്ട് വന്നതാണ്. ഈ കുട്ടിക്കൊലപാതകികൾ ഇപ്പോൾ അവരെ താമസിപ്പിച്ചിരിക്കുന്ന ആ സ്കൂളിൽ അല്ലെങ്കിൽ പരീക്ഷ എഴുതാൻ അനുവദിച്ച ആ സ്കൂളിലെ ടീച്ചറായിരുന്നോ ജയ ടീച്ചർ? അതെ 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 അതെ. അല്ല, ഇവരെ നമുക്ക് അവരിലൊരു പരിവർത്തനം കൊണ്ടുവരാനൊക്കെ സാധിക്കുമോ? എന്താണ് അനുഭവം? എൻ്റെ അനുഭവം കൊണ്ട് വളരെ ചുരുക്കം കുട്ടികളെ നന്നായിട്ടുള്ളൂ. വളരെ ചുരുക്കം കുട്ടികൾ. അവിടുന്ന് എന്തൊക്കെ നമ്മൾ ചെയ്താലും വളരെ ചുരുക്കം കുട്ടികളെ നന്നായിട്ടുള്ളൂ. അപ്പം ശരിക്കും ഈ കുട്ടികളെ അവിടെ അല്ലായിരുന്നു താമസിപ്പിക്കേണ്ടത്, ജയിലിൽ തന്നെയായിരുന്നു കൊണ്ടുപോകേണ്ടത്. ശരിക്കും അഡൽസിൻ്റെ ജയിലിൽ തന്നെ കൊണ്ടുപോകണമായിരുന്നു. ഈ കുട്ടികൾ കൊലപാതകങ്ങളിലാണ്. അപ്പോൾ അത് അവർ തന്നെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, കൂട്ടം ചേർന്ന് ആരെ കൊന്നാലും ഒന്നുമില്ല, ഒരു ശിക്ഷയും കിട്ടത്തില്ല, നമ്മളെ വെറുതെ വിടുമെന്നുള്ള ധാരണ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഈ ശിക്ഷയിൽ ശരിക്കുള്ള മാറ്റം വരുത്തണം, ഭേദഗതി വരുത്തിയേ പറ്റൂ, എന്നാലേ ഈ നാട് നന്നാകാൻ പോകുന്നുള്ളൂ. എനിക്കുള്ള കുഞ്ഞുങ്ങൾ, എനിക്കും ഉണ്ട് 3-4. ടീച്ചർ, എന്തുകൊണ്ട് ഈ കുട്ടികൾ വഴിതെറ്റി പോകുന്നത് അന്വേഷിച്ചിട്ടുണ്ടോ? തീർച്ചയായും അന്വേഷിച്ചിട്ടുണ്ട്. മദ്യവും മയക്കുമരുന്നും സിഗരറ്റ്, രക്ഷിതാക്കൾ പറയുന്ന കേൾക്കത്തില്ല, സ്കൂളിൽ ടീച്ചർ പറയുന്ന അനുസരിക്കത്തില്ല. ഓരോ സ്കൂളും നിങ്ങൾ കയറി ഇറങ്ങി നോക്കുക, മിക്ക കുട്ടികളും ക്ലാസ്സിന് പുറത്താണ്. ഒരു കുട്ടിയും, ഞാൻ DPPക്കെതിരെ വരെ പ്രതികരിച്ച ആളാണ്, ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ കൂടെ. ഈ നാട് നാശത്തിലേക്കാണ് പോകുന്നത്. എല്ലാവർക്കും കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞ പോലെ പണം ഉണ്ടാക്കണം എന്നുള്ള ചിന്തയേ ഉള്ളൂ. നാട് നന്നാകണമെന്ന് ആർക്കും ഒരു ചിന്തയുമില്ല. ജാതിയും മതവും രാഷ്ട്രീയം നോക്കിയാൽ ഇനിയുള്ള കാലത്ത് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ പറ്റത്തില്ല. അതിന് പ്രതികരിച്ചേ പറ്റത്തുള്ളൂ. നാട് നന്നാകണമെന്നുണ്ടെങ്കിൽ സ്വയം നമ്മളിപ്പോൾ ഒരുമ്പെട്ടിറങ്ങണം. എൻ്റെ കൂടെ ഈ മക്കൾ മരിച്ചുപോയ, ഇങ്ങനെ കൊല ചെയ്യപ്പെട്ട മക്കളുടെ അമ്മമാർ എൻ്റെ കൂടെ വരുവാണെങ്കിൽ ഞാനും അവരുടെ കൂടെ ഇറങ്ങിത്തിരിക്കാൻ തയ്യാറാണ്. ഇത് എന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാകണം. തീരുമാനം ഉണ്ടായേ പറ്റത്തുള്ളൂ. ഇനി ഒരു കുട്ടിക്കും ഇങ്ങനെ വരരുത്, ഇനി ഒറ്റ കുട്ടിക്കും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. എൻ്റെ കുഞ്ഞാണെന്നാണ് ഞാൻ കരുതുന്നത്, അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കുന്നത്. എൻ്റെ കുഞ്ഞിന് വന്നായിട്ടാണ് ഞാൻ കരുതുന്നത്. ഓരോ കുട്ടികളും എല്ലായിടത്തും, ഇന്നിപ്പോൾ എറണാകുളത്ത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു എന്ന് ടീച്ചറിനോട് ചെന്ന് പറഞ്ഞ ഒരു കുട്ടിയെ എറണാകുളത്ത് കൊച്ചിയിലിട്ട് അടിക്കുന്നുണ്ട്, അതും ന്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിമിഷം കൊണ്ട് ഇത് കൂടുകയാണ്, കുറയുന്നില്ല. അതുകൊണ്ട് ഇതിന് പ്രതികരിച്ചാൽ പറ്റുമെന്ന് തോന്നിയിട്ട് തന്നെയാണ് പ്രതികരിക്കുന്നത്. അധികാരത്തിലിരിക്കുന്നവർ തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രതികരിച്ചാൽ പറ്റുന്നു. നമ്മൾ ഇറങ്ങി ഒരു കാര്യത്തിനും ശരിയായിട്ടുള്ള ശിക്ഷ കിട്ടുന്നില്ല. ഇവരെയൊക്കെ പിന്നീട് ജാമ്യത്തിൽ ഇറക്കി വിടുകയാണ്. അതൊക്കെ തെറ്റാണ്. ഇങ്ങനെയുള്ളവർക്കൊന്നും ജാമ്യം കൊടുക്കാൻ പാടില്ല. പിന്നെ അവർ പിന്നെ ആളുകളെ കൊല്ലുകയാണ്. ഇത് ശരിയല്ലെന്നേ ഞാൻ പറയുന്നുള്ളൂ. ആ കുട്ടികളെ കൊണ്ട് പരീക്ഷ എഴുതിക്കേണ്ടി ഒരു കാര്യമില്ല. ഈ കുട്ടികൾ ഇനി പരീക്ഷ എഴുതിയിട്ട് എന്ത് ചെയ്യാനാണ്? കൊല്ലാൻ തീരുമാനിച്ച് ഒരുമ്പെട്ട് ഇറങ്ങിയവർ ഇനി പരീക്ഷ എഴുതിയിട്ട് എന്ത് നേടാനാണ്? അതാ എനിക്ക് ചോദിക്കാനുള്ളത്. ആ കുട്ടികളെ കൊണ്ട് പരീക്ഷ എഴുതിക്കുന്ന യാതൊരു കാര്യമില്ല. ആ കുട്ടി മരിച്ചിട്ട് എത്ര ദിവസമായി? ഇത്ര എളുപ്പം ഇവരെ കൊണ്ട് പരീക്ഷ എഴുതി എന്ത് നേടാനാ? അവരെ എവിടെ കൊണ്ടുവിടാനാ? അവർക്ക് ജോലി കൊടുത്ത് മരണപ്പെട്ട ആ കുട്ടിയും ഇന്ന് പരീക്ഷ എഴുതേണ്ട കുട്ടിയാണ് അല്ലേ? ആ വീട്ടുകാർക്ക് എത്രമാത്രം വിഷമം ഉണ്ടാവും. അതെ അതെ അതെ. ആ അമ്മ നേരെ ഇരുന്നിട്ടില്ല ഇതുവരെ. അമ്മ അബോധാവസ്ഥയിലാന്ന അച്ഛൻ പറഞ്ഞത്. ഇതൊന്നും കേൾക്കാൻ എത്ര അമ്മമാർ കരയുന്നു, എത്ര അമ്മമാർ ഇതുപോലെ, എത്ര മക്കൾ പോയിട്ടുണ്ട്, എത്ര കുട്ടികളെ എവിടെല്ലാം ആയിട്ട് കൊന്നു. വയനാട്ടിൽ കൊന്നത് എല്ലാം നമുക്കറിയാം. എത്ര കുട്ടികളെ കൊന്നു. ഇപ്പം ആ ഒരു കുട്ടി ഒരു കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളെയും കൊന്നത്.
അതൊക്കെ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ്, ചിന്തിക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ട് ഈ കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ള ആരെയും ഭയമില്ല. അപ്പം അങ്ങനെയുള്ളതിനെ പിടിച്ച് ജയിലിൽ തന്നെ ഇടണം. അല്ലെങ്കിൽ അതിന് ശിക്ഷ, അതിന് ജയിലിലല്ല, വിദേശികൾ നടപ്പാക്കുന്ന ശിക്ഷ തന്നെ ഇവിടെ വന്നെങ്കിൽ മാത്രമേ ഈ കേരളം ഇനി നന്നാകാൻ പോകുന്നുള്ളൂ. അല്ലാതെ ഇവർക്ക് ആർക്കും ഒരു ഭയവുമില്ല. നാളെ ജാമ്യത്തിൽ ഇറങ്ങാമെന്നുള്ള വിചാരത്തിലാണ് ഇവരെല്ലാം നടക്കുന്നത്. അപ്പം എന്തുമാകാമെന്ന് കണ്ടാണ് ഈ കുട്ടികളെ ഒരുമ്പെട്ടിറങ്ങിയിരിക്കുന്നത്. അത് ഞാൻ രാവിലെ പറഞ്ഞത് മുഴുവൻ കറക്റ്റാണ്. അതിൻ്റെ ബാക്കി എനിക്ക് പറയാനുള്ളത്, TV, സീരിയല്, സിനിമ ഒക്കെ ഇതിനകത്ത് പങ്കുണ്ട്. ഒരു നല്ല കുടുംബ ജീവിതത്തെ പറ്റി ഒറ്റ സീരിയലും ഇല്ല, ഒറ്റ സിനിമയും ഇല്ല, ഒരു സിനിമയിൽ പോലും ഇല്ല. വെട്ടിക്കൊല്ലാത്ത ഒറ്റ സിനിമ പോലും ഇല്ല, വെട്ടിക്കൊല്ലാത്ത വഴക്കുണ്ടാക്കാത്ത ഒരു സീരിയൽ പോലും ഇല്ല. ഒരു നല്ലൊരു കുടുംബജീവിതം നയിക്കുന്ന ഒരു നല്ല കുടുംബത്തെ പറ്റി ഒരു സീരിയൽ ഉണ്ടാക്കിക്കൂടെ? ഒരു നല്ല കുടുംബജീവിതം നയിക്കുന്ന ഒരു സിനിമയെ പറ്റി ഒരു സിനിമ ഉണ്ടാക്കിക്കൂടെ? എന്തിനാ ഇങ്ങനെ അതിനകത്തൊക്കെ ഈ സ്റ്റണ്ടും അടിയും കൊലയും ഉണ്ടായാലേ സിനിമ നന്നാകത്തുള്ളൂ, ആള് കാണാനുള്ളെന്ന്? അങ്ങനത്തെ ആളുകളാണ് ഈ കൊലയ്ക്ക് ഇറങ്ങിയിരിക്കുന്നത്. അതിന് യാതൊരു സംശയമില്ല. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, സിനിമയും സീരിയലും ഒക്കെ സമയം കിട്ടുമ്പോൾ കാണാറുണ്ട്. കാണുമ്പോൾ ഞാൻ ചിന്തിക്കും, എന്ത് സിനിമ ഇത്, ആരാണ്ട് ഭ്രാന്തന്മാരുണ്ടാക്കിയ കഥകളെന്ന്. അല്ല, ഇതൊന്നും മനുഷ്യന് ജീവിക്കാൻ കൊള്ളാവുന്നതും മനുഷ്യനെ അനുഗ്രഹിക്കാൻ കൊള്ളാവുന്നതുമായിട്ട് ഉള്ള ഒരു കഥ പോലും ഇന്ന് വരെ സിനിമയിലും സീരിയലിലും വന്നിട്ടില്ല. ഇതുകൊണ്ട് ഒരു കുട്ടിയല്ല, ഒരു മനുഷ്യന് നന്നാകത്തില്ല. ഇത് കാണുന്നവർ മുഴുവൻ അധപ്പതനത്തിലേക്ക് പോവുകയാണ്. പെൺകുട്ടികൾ ആരും വേഷം ധരിക്കൂല, സത്യം പറഞ്ഞ വസ്ത്രം ധരിക്കൂല. ആണുങ്ങൾക്കൊക്കെ വസ്ത്രമുണ്ട്. ഇതൊക്കെ എന്ത് 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 പോക്കാ പോകുന്ന കേരളം? ശ്രീ റെജി ലൂക്കോസ്, സർക്കാരിന് മാത്രം സമൂഹത്തിലെ ഈ ദുഷ്പ്രവണതകൾക്ക് ഒരറുതി വരുത്താൻ സാധിക്കില്ല. പക്ഷേ സർക്കാരാണ് മുൻകൈ എടുക്കേണ്ടത്. ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ ചില വാഗ്വാദങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. ഇത് അവസാനിപ്പിക്കണം, എന്നേക്കുമായി അവസാനിപ്പിക്കണം. പക്ഷേ ആ ആർജവം ഈ നിയമം കുറേ കൂടി ശക്തിപ്പെടുത്തുന്നതിലും അതുപോലെ ഈ നിയമത്തിൻ്റെ നൂലാമാലകളൊക്കെ ഇല്ലാതാക്കി ഇങ്ങനെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന വിദ്യാർത്ഥികളെ, യുവാക്കളെ അവർക്ക് കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് തന്നെ ശിക്ഷ വാങ്ങിക്കൊടുക്കുക, ഇതൊക്കെ സർക്കാരിന് ചെയ്യാൻ പറ്റുന്നതാണ്. മാതൃകാപരമായിട്ടുള്ള ശിക്ഷ ഉറപ്പാക്കുക, അതിനുള്ള ഒരു ആർജവം ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമോ? നമുക്ക് പ്രതീക്ഷിക്കാമോ ആ ഒരു ആത്മാർത്ഥത? അല്ല അനിൽ നമ്പ്യാർ, എനിക്ക് ആദ്യം പറയാനുള്ളത്, നമ്മുടെ കേരളം ഒരു ഭയപ്പാടിലാണ്. ഇപ്പം കഴിഞ്ഞ 78 ദിവസമായിട്ട് 63 പേരെ ഇവിടെ കൊന്നു, 63 ഹ്യൂമൻ ബീങ്സിനെ. അപ്പൊ നമ്മൾ ഇനി പതിവ് പോലെ ഏതെങ്കിലും സർക്കാരിനെ, സംവിധാനങ്ങളെ അല്ലെങ്കിൽ മറ്റാരെങ്കിലും കുറ്റപ്പെടുത്തി നമ്മൾ സ്വയം ജസ്റ്റിഫൈ ചെയ്യുന്നതിന് അർത്ഥം ഇത് കേരളത്തിനെ മുഴുവൻ ബാധിച്ചിരിക്കുന്ന ഒരു ഭീകരമായ ഒരു താണ്ഡവമാണ്. രാഷ്ട്രീയക്കാരനായിരിക്കുന്നു. ഞാനൊരു പ്രൊഫഷണൽ രാഷ്ട്രീയക്കാരൻ എന്ന് പറഞ്ഞാൽ അത് തൊഴിലായിട്ടെടുത്താണല്ലോ രാഷ്ട്രീയക്കാരനാണ്. രാഷ്ട്രീയക്കാരൻ പിന്നെ ന്യായീകരിക്കുന്നു, സിനിമാക്കാരൻ ന്യായീകരിക്കുന്നു, ഭരണകൂടത്തിനായിരിക്കുന്നു, സാമൂഹിക മാധ്യമങ്ങളെ ന്യായീകരിക്കുന്നു, മാധ്യമങ്ങളെ ന്യായീകരിച്ച് അങ്ങനെ ന്യായീകരണം കൊണ്ട് പോയാൽ കേരളം ഇനിയും ഈ അനിൽ നമ്പ്യാർ, റെജി ലൂക്കോസ് ചർച്ച പങ്കെടുക്കുന്നവരൊക്കെ ഇനി വലിയ വില നൽകേണ്ട ഒരു തർക്കമില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ക്രിയാത്മകമായിട്ട് ചർച്ചയിലേക്ക് കിടക്കാം. ഭരണകൂടങ്ങളുടെ മാത്രം പഴിയായിരിക്കൊണ്ട് രക്ഷപ്പെടാനായിട്ട് അവരെ കുറ്റപ്പെടുത്തി ഒരു ഡിബേറ്റ് നയിച്ചാൽ അവര് തമ്മിൽ അടിച്ചോളും, ഞങ്ങളുടെ പണി നോക്കാം എന്നീ മാഫിയകളെല്ലാം ചിന്തിക്കുന്നുള്ളൂ. കേരളം നേരിടുന്ന ഏറ്റവും ഒരു പ്രശ്നം അതാ. നിങ്ങളത് മനസ്സിലാക്കേണ്ട വസ്തുത എന്ന് പറയുന്നത് ഈ നാർക്കോട്ടിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല കേരളത്തെ ബാധിക്കുന്നത്. അതിനെ ഞാൻ ചെറുതായിട്ട് കാണുന്നല്ലോ, ഇനി അതും പറഞ്ഞു വന്നാക്കരുത്. എനിക്കിപ്പോ സമയം തന്നെയാണ്. ഞാൻ നിങ്ങളുടെ അരമണിക്കൂർ മൗനിയായിട്ടിരുന്നുണ്ട് ചർച്ച പങ്കെടുക്കുന്നത്. നമ്മുടെ കേരളത്തിൽ വിദ്വേഷ പ്രചരണം നടത്തുന്നവർക്കും വലിയൊരു പങ്കുണ്ട്. അതായത് എന്തുകൊണ്ടാണ് മലയാളി പണ്ടത്തെ പോലെ സാമൂഹിക പ്രതിബദ്ധതയും മനുഷ്യത്വമുള്ളൊരു സമൂഹമായിരുന്നു കേരളീയൻ്റെത്. അത് മാറിയിട്ട് മുമ്പിൽ വരുന്നവരെ കൊല്ലും എന്നൊരു മാനസികാവസ്ഥ മലയാളിക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിന് നല്ലൊരു പങ്ക് ഈ പറയുന്ന ലഹരി മരുന്നുകൾക്കും അതുപോലെ തന്നെ വിദ്വേഷം പ്രചരിപ്പിക്കുന്നവർക്കുണ്ട്. ഞാൻ ഒരാളെ ഒരു വിഭാഗത്തിന് പിൻപോയിന്റ് ചെയ്യല്ലോ, അതൊരു വസ്തുത. ആത്മാർത്ഥത്തോടെ ചർച്ച പങ്കെടുക്കുന്നവർക്ക് അത് മനസ്സിലാവും. നിങ്ങളത് ആലോചിക്കുക, എന്നെ ഇന്ന് ജർമ്മനിയിൽ നിന്ന് 10-40 വർഷങ്ങൾക്ക് മുമ്പ്, അത് നിങ്ങൾ കേൾക്കാൻ തയ്യാറാണെന്ന് വിചാരിക്കുന്നത്, ഇത് കേൾക്കുന്നതിന് വെച്ച പിന്നെ പ്രേക്ഷകർ കേൾക്കണം. ഇന്നലെ വൈകിട്ട് എന്നെ ഒരു കാത്തലിക് പുരോഹിതൻ പിടിച്ചു. അദ്ദേഹത്തിന് എനിക്ക് 10-25 വർഷം, അദ്ദേഹം 42 വർഷം ജർമ്മനിയില്ല. എന്റെ നമ്പർ വിട്ടിട്ട് എന്റെ മെസ്സഞ്ചർ ബോർഡിലാണ് വിളിക്കുന്നത്.
അദ്ദേഹം എന്നോട് പല വേദനകളും പങ്കുവെച്ചു. അതിൽ ഒരു കാര്യം പറഞ്ഞെന്തായിരിക്കും, ഇപ്പൊ പഴയ പോലെയല്ല നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ, ഈ മതവിദ്വേഷ വാർത്തകള്, അതുപോലെ തന്നെ മത തീവ്രവാദ വാർത്തകള്, അങ്ങനെ സകല വാർത്തകളും അതിലുപരിയായിട്ട് ഈ സാമൂഹ്യ മാധ്യമങ്ങൾ പടർത്തിവിടുന്ന വിദ്വേഷങ്ങളും മതദുഷ്പ്രചരണങ്ങളും മനുഷ്യനെ അകറ്റുന്ന പ്രവർത്തനങ്ങളൊക്കെ ഇന്ന് എല്ലാ നാട്ടിലും അത് വാർത്തയാണ്. ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം പലതും അവിടെയൊക്കെ പ്രചരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ കേരളത്തെ കുറിച്ച് ഒരു നെഗറ്റീവ് ഇമേജ് ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കുറ്റപ്പെടുത്തി ഇതിനെ ന്യായീകരിക്കുന്നതിന് അർത്ഥമില്ല. ഭരണകൂടത്തിന് റോളുണ്ട്, ഞാനത് നിഷേധിക്കുന്നില്ല. പക്ഷെ ഭരണകൂടം മാത്രം മനസ്സ് വെച്ചുകൊണ്ട് പറ്റുമോ? അനിൽ നമ്പ്യാരും റെജി ലൂക്കോസും അടങ്ങുന്ന ഒരു സമൂഹത്തിന് ആർജം കൊണ്ടാണ് ഇവിടെ ഈ ചർച്ച. ഞാൻ പറഞ്ഞ അതാണ്, ആമുഖത്തിൽ തന്നെ ഞാൻ പറഞ്ഞതാണ് റെജി ലൂക്കോസ്, സർക്കാരിനെ കൊണ്ട് മാത്രം സാധിക്കില്ല. സമൂഹം ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. സർക്കാരിനെ കൊണ്ട് പറ്റില്ല. പക്ഷെ സർക്കാരായിരിക്കണം ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത്. സർക്കാർ ഇനിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ ഇതിനകത്ത് ഇനിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മുടെ നാഷണൽ ഡ്രഗ്സ് അഗൈൻസ്റ്റ് ബ്യൂറോ, അതായത് ഈ പറയുന്ന ലഹരി മരുന്ന് ബ്യൂറോക്കെതിരെയുള്ള നാഷണൽ എൻഫോഴ്സ്മെന്റ് തന്നെ എത്രയോ കാര്യം ഇവരെ വേട്ടയാടുന്നുണ്ട്. ഇപ്പൊ ഗുജറാത്തിന്റെ തീരങ്ങളിൽ, കേരളത്തിന്റെ തീരങ്ങളിലൊക്കെ എത്രയോ ടൺ കണക്കിന് ഈ പറയുന്ന ലഹരി മരുന്നുകൾ പാകിസ്ഥാനിൽ നിന്ന് ഇറാനിൽ നിന്ന് വരുന്നത് പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഇതിന് അലംഭാവത്തോടെ കാണുന്നത് കുറ്റപ്പെടുത്താൻ പറ്റും. ഒരു ഗവൺമെന്റ് നിങ്ങൾ പിൻ പോയിന്റ് ചെയ്യരുത്. ഒരു കണക്ക് ഞാൻ പറയാം, ഞാൻ ഇതിനെ ഒന്നും ന്യായീകരിക്കുന്ന ഒരാളല്ല. എന്റെ ജീവിതത്തിൽ മയക്കുമരുന്ന് കഞ്ചാവ് പോലെ നേരിട്ട് വരുന്ന കണ്ടിട്ടില്ല. ഒരു കാര്യം ഞാൻ കൂടെ പറയാം. ഇപ്പൊ ദേശീയ നാർക്കോട്ടിക്സിന്റെ നാർക്കോട്ടിക് ബ്യൂറോയുടെ കണക്കനുസരിച്ച് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ലോബികളെയും മയക്കുമരുന്നുള്ളവരെയും പിടിച്ചിട്ട് അകത്തിട്ടിരിക്കുന്നത് കേസെടുത്തിരിക്കുന്നത് കേരള സർക്കാരാണ്. 24,300. അതുപോലെ തന്നെ കേരളം കേവലം 11ാം സ്ഥാനത്തേ ഉള്ളൂ. അപ്പൊ കേരളത്തിലെ ഗവൺമെന്റ് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നില്ല എന്ന് പറയാൻ പറ്റുന്നില്ല. പക്ഷെ അത് മാത്രം പോരാ, നമ്മളെല്ലാരും ഉണരണം. ഇല്ലെങ്കിൽ നമ്മളുടെ മുമ്പിലും നമ്മളുടെ ചുറ്റുവട്ടത്തും അവിടെയാണ് ചിലരോടൊക്കെ ചില ലീനിയൻസി കാണിക്കുന്നുണ്ട്. അത് നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ചു. നമ്മുടെ സാംസ്കാരിക മന്ത്രിയുടെ ഭാഗത്തു നിന്നൊരു പരാമർശം വന്നില്ലേ, യു പ്രതിഭ MLA മകൻ ആ ലഹരി കേസ്, അവൻ കഞ്ചാവ് വലിച്ചു എന്നുള്ളതാണല്ലോ കേസ്. ഇപ്പോൾ ആ കേസിൻ്റെ അവസ്ഥ എന്താണെന്ന് താങ്കൾക്ക് നന്നായിട്ട് അറിയാലോ. അവിടെ അന്ന് നമ്മുടെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ അതിനെ ന്യായീകരിക്കുന്ന ഒരു പ്രസ്താവനയാണ് നടത്തിയത്. അതായത് ഒരു കുട്ടി ഒരു പഫ് എടുത്തു കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് സാംസ്കാരിക മന്ത്രിയാണ്, കേരളത്തിൻ്റെ സാംസ്കാരിക മന്ത്രിയാണ്, സാധാരണക്കാരനല്ല പറയുന്നത്. അപ്പോൾ ഇത് കാണുന്ന വിദ്യാർത്ഥികൾ എന്താ മനസ്സിലാക്കേണ്ടത്? മാത്രമല്ല നോക്കൂ, ആ കേസെടുത്ത ഉദ്യോഗസ്ഥന് എതിരെ ഡിസിപ്ലിനറി ആക്ഷൻ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കൊടുക്കുന്ന സന്ദേശം എന്താണ്? അല്ല നിങ്ങൾ എന്തിനാണ് ഇതിനെ പൊളിറ്റിക്സ് സംസാരിക്കുകയല്ല. സജി ചെറിയാനല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനല്ല, പ്രതിപക്ഷ നേതാവല്ല, ഇനി BJPയുടെ നേതാവല്ല, ആര് ഒരു മദ്യം അല്ലെങ്കിൽ മയക്കുമരുന്ന് മാഫിയെ ആഗ്രഹിച്ചാലും അത് വിമർശിക്കുന്നതിന് എനിക്ക് യാതൊരു മടിയില്ല, ഞങ്ങൾക്ക് ആർക്കും ഒരു മടിയില്ല. പക്ഷെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഓരോ വാക്കുകളെ വിമർശിച്ചുകൊണ്ട് പോവല്ല ചെയ്യേണ്ടത്? നമ്മുടെ നാട്ടിൽ നിന്നും ഈ പിശാചിനെ മാറ്റുക എന്നുള്ളതല്ലേ. ഞാൻ അതുകൊണ്ടാണ് നമുക്ക് രാഷ്ട്രീയം പറയണ ഞാൻ പറയാം, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട മേജർ രവിയാന്ന് തോന്നുന്നു പങ്കെടുത്തത്. ഞാൻ ആളെ കാണുന്നില്ല. അദ്ദേഹം പറഞ്ഞൊരു വാചകമാണ് ഇതിനകത്ത് കറക്റ്റ്. സമൂഹമാണ് ഇതിനകത്ത് ഉത്തരവാദി. എന്റെ നാട്ടിൽ നടന്ന 2 സംഭവങ്ങൾ ഞാൻ പെട്ടെന്ന് പറയാം. കേവലം 1.5 മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ഏറ്റുമാനടുത്ത് 1 കിലോമീറ്റർ ഒരു തട്ടുകട നടത്തിയിരുന്ന ഒരു പാവ സ്ത്രീയുടെ തട്ടുകടയിൽ ഒരു ക്രിമിനൽ, ഈ മയക്കുമരുന്ന് ലോബിയുടെ ഒരു കണ്ണി അവൻ, അപ്പൊ ആ സ്ത്രീയായിട്ടും മോശമായിട്ട് സംസാരിച്ചു. രാത്രിയിലാണെന്ന് അറിയിക്കണേ, അയാൾ 11-12 മണിയായപ്പോ ഒരു പാവപ്പെട്ട പോലീസുകാർ അയാളുടെ ജോലി അനുസരിച്ച് അയാൾ ചോദ്യം ചെയ്തപ്പോൾ അയാളെ ഒറ്റ ചവിട്ടിനവൻ കൊന്നു. നിങ്ങൾ ആലോചിക്കും. അപ്പൊ ഭയം നമ്മുടെ സമൂഹത്തിൽ വിതറിയിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം എന്റെ നാട്ടിൽ നടന്നത് ലോക മലയാളികളുടെ വിറങ്ങിലിച്ചൊരു സംഭവം. ഒരു പാവപ്പെട്ട സ്ത്രീയെയും 2 കുഞ്ഞുങ്ങളെയും ട്രെയിനിന് മുമ്പിൽ ആത്മഹത്യ ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചു. ആ ഭർത്താവ് എന്ന് പറയുന്ന ആൾ, അയാളുടെ വീട്ടുകാരും അയാളുടെ സഹോദരനും കേരളത്തിൽ കേട്ടുകഴിവില്ലാത്ത രീതിയിലുള്ള കോട്ടും ക്രൂരതകളുടെ പരമ്പരകളൊക്കെ തീർത്തുകൊണ്ട് അവിടെ മയക്കുമരുന്നാണ് കുറ്റക്കാരൻ. നിങ്ങൾ പറയും. അപ്പൊ ഇങ്ങനത്തെ കൊലപാതകങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ വെഞ്ഞാറപ്പൂടെ സംഭവം എന്താ? വെഞ്ഞാറപ്പൂടിലെ സംഭവത്തിൽ എന്തൊക്കെയോ ദുരൂഹത ഉണ്ട്. നമ്മൾ മാധ്യമങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞില്ലെങ്കിലും രഹസ്യമായിട്ട് സംഭവിക്കുന്നത് എന്താ കാര്യം? ഈ ചെറുപ്പക്കാരൻ പകല് സ്വന്തം ഉമ്മയോടോ അല്ലെങ്കിൽ സഹോദരനോ ഒപ്പം യാത്രയുള്ള അയാളൊരു എന്താ പറയാ, അയാൾ ഉൾവലിയ സ്വഭാവക്കാരായിരുന്നു. എന്നാൽ അയാൾ രാത്രികളിൽ യാത്ര ചെയ്യുന്നു സ്ഥിരമായിട്ട്. അതിനകത്തൊരു ദുരൂഹതയില്ല. അത് കണ്ടുപിടിക്കണ്ടേ? 65 ലക്ഷം രൂപ അയാൾ കടക്കാരനായിരിക്കുന്നതാ പറഞ്ഞത്. എവിടുന്ന് കിട്ടിയ പൈസ എന്തിനു വേണ്ടി ചെലവഴിച്ചു? ഇത് റെജി ലൂക്കോസ് പറയുന്ന ഒരു മടിയില്ല. അതുപോലെ തന്നെ നമ്മുടെ ചെന്താമരൻ ചെയ്തത് എന്താ? ചെന്താമരൻ മയക്കുമരുന്നും കഴിക്കത്തില്ല, മദ്യവും കഴിക്കത്തില്ല. എന്താ? ജ്യോത്സ്യത്തിന്റെ അടിമയായിരുന്നു.
ഇങ്ങനെ എല്ലാ രീതിയിലും കേരളം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആചാരങ്ങളുടെയും ഈ പറയുന്ന സാമൂഹ്യ വിപത്തുകളുടെയും മയക്കുമരുന്ന് രോഗികളുടെയും എല്ലാം പിടിയിൽ അമർന്നപ്പോൾ നമ്മൾ കുറ്റപ്പെടുത്തരുത്, നമ്മളെ തന്നെ വഴിക്കുണ്ടെന്ന് ഞാൻ പറയുന്നു. അതിന് ഒന്ന് രണ്ട് കാര്യം കൊണ്ട് ഞാൻ പറയാൻ നമ്പ്യാരോട്. ഞാൻ മാധ്യമപ്രവർത്തകനാണ്. ഞാൻ എന്റെ 19 വയസ്സ് മുതൽ കോളം ചെയ്യുന്ന ഒരാളാണ്. കൈരളി ചാനൽ 2000 മുതൽ എന്റെ പരിപാടികളുണ്ട്. ഇത് കേട്ടോളൂ. മാധ്യമങ്ങൾക്കും ഇതിനകത്തൊരു റോളുണ്ട്. മാധ്യമങ്ങൾക്കും ഇതിനകത്തൊരു ചെറിയ രീതിയിലുള്ള വലിയ രീതിയിലുള്ള റോളുണ്ട്. ഈ പറയുന്ന ഇത്തരം മോശമായ കാര്യങ്ങള് പരസ്പരം പഴിചാരി ഈ മതപരമായ കാര്യങ്ങൾ മതസ്പർദ്ധ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ അഭിമാനിക്കുകയാണ്. കാരണം 2 വർഷം മുമ്പ് ഞങ്ങൾ ഒരു ക്യാമ്പയിൻ നടത്തിയിരുന്നു. റെജി അതിനെ കുറിച്ച് ഒരുപക്ഷെ കേട്ട് കാണും. ഒരുമിക്കാൻ നമ്മുടെ മക്കൾക്കായി അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഒരു വിദ്യാലയത്തിൽ ഈ ഡ്രഗ്സിന് അടിമകളായിരുന്ന വിദ്യാർത്ഥികൾ അത് തുറന്നു പറയാനും ഇനി മുതൽ അത് ഉപയോഗിക്കില്ല എന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. വലിയ മാറ്റമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റമാണ്. ആ ക്യാമ്പയിൻ വീണ്ടും തുടങ്ങേണ്ടിയിരിക്കുന്നു. ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. മാധ്യമങ്ങൾക്ക് വലിയ റോളുണ്ട്. താങ്കൾ പറഞ്ഞത് ശരിയാണ്, 100% ഞാൻ അംഗീകരിക്കുന്നു. അല്ല, അതിനകത്ത് ഒന്നുകൂടെ പറയാം. അതായത് നമ്മുടെ നാട്ടിലൊരു ഭയമുണ്ട്. അനിൽനമ്പരോട് ഞാൻ പറയാം, എന്റെ ഒരു പക്ക ഗ്രാമമാണ് ഏറ്റവും എൻ്റെ അടുത്ത്. അവിടെ പാതിരാത്രിക്ക് പോലും ഡോറ് തുറന്നിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റും. ഈ കഴിഞ്ഞ 1 വർഷം മുമ്പ് ഞാൻ അവിടുത്തെ ഒരു വനിതാകളുടെ ഒരു പരിപാടി പങ്കെടുത്തപ്പോൾ നാട്ടിലെ ആൾക്കാർ, ഞാൻ അവിടെ വെച്ച് മാറിയപ്പോ താമസിക്കുന്നത്, രാത്രി 1 മണിക്ക് അതിന്റെ തലേദിവസം രാത്രി 1 മണിക്ക് അജ്ഞാതരായ ചെറുപ്പക്കാർ കഞ്ചാവ് വലിച്ച് ബൈക്കിൽ നിൽക്കുന്നു. ഭയന്നു പോയി നാട്ടുകാര്. നിങ്ങൾ ആലോചിക്കുക. എന്നിട്ട് ഇവരെ ചോദ്യം ചെയ്തപ്പോൾ ആ വെളുപ്പിന് 10-60 ബൈക്ക് അവിടെ വന്നത്. ഇപ്പൊ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലും നമ്മുടെ നാട്ടിലും ഇവന്മാരെ പോലീസിനെ അറിയിക്കാൻ പോലും ജനത്തിന് ഭയമാ. എന്താ കാരണം? ഇത് നമ്മുടെ സമൂഹത്തെ പിടിമുറും. നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോവാം. മാധ്യമങ്ങൾ മുന്നോട്ട് പോകണം. ജനങ്ങളിലൊരു ധൈര്യം പോലാണ് ഇവരെ ചോദ്യം ചെയ്യാനുള്ളത്. പോലീസ് ഉദ്യോഗസ്ഥന്മാരെ, ഈ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ അധികം കുറ്റപ്പെടുത്തുന്നത്. കാരണം അറിയോ, അവർ മനുഷ്യരല്ലേ. ഞാനെന്നൊരു ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥനോട് ഒരു കാര്യത്തിന് വേണ്ടി വിളിച്ച് സംസാരിച്ചപ്പോൾ അവരെല്ലാരും പറയുന്ന കേരളത്തിന്റെ അവസ്ഥ എന്താ, നിങ്ങൾ എല്ലാവരും ഒത്തൊരുമിക്കേ. അവർ വളരെ മുൻപന്തിയില്ല. അപ്പൊ നമ്മളിങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്തി രാഷ്ട്രീയം വേറെ സംസാരിക്കാം. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകണം. ഇനി മറ്റൊന്നുകൂടെ പറയാം. ശ്രദ്ധിച്ചു കേട്ടോളൂ. കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ഇത്തരം വാർത്തകളുടെ കുത്തൊഴുക്ക് കാരണം ഇവിടുത്തെ മതവിദ്വേഷവും ലോകം വെറുക്കുന്നവർക്കെതിരെ നടത്തുന്ന ആഘോഷ പരിപാടികളെല്ലാം വന്ന് ഇപ്പൊ ലോകത്തിലെ പല പാശ്ചാത്യ രാജ്യങ്ങളും മലയാളികൾക്കുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നു. ഞാൻ ഈ പറഞ്ഞത് സത്യസന്ധമായ വാർത്തയാണ്. നിഷേധിക്കപ്പെടുന്നു. മതഭ്രാന്തന്മാരുടെ നാടെന്ന് പറഞ്ഞ് ഈ രാജ്യത്തിന് തന്നെ നിഷേധിക്കപ്പെടുന്നു. അപ്പൊ നമ്മളിപ്പോ ഇതിന്റെ കോഴ്സുകൾ എത്ര വലുതാന്ന് ആലോചിച്ച്, ഈ കൊച്ചു കേരളത്തിന്റെ ചുറ്റുവട്ടത്ത് മാത്രം ഒതുക്കുന്നല്ല, രാജ്യാന്തര തലങ്ങളിൽ പോലും കേരളത്തിനെ കുറിച്ചുള്ള മോശം ഇമേജ് വന്നുകൊണ്ടിരിക്കുക. അതിന്റെ കാരണം എന്തുകൊണ്ടാ? അതിന്റെ കാരണം ഇവിടുത്തെ സാധാരണക്കാരനല്ല. ഇവിടുത്തെ ഇത് പടർത്തി വിദ്വേഷം പരത്തുന്ന സാമൂഹ്യ മാധ്യമങ്ങൾക്ക് ഒരു പങ്കുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും മോശക്കാരല്ല. നല്ല സാമൂഹ്യ മാധ്യമങ്ങളെ സന്ദേശങ്ങൾക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്യുവോ? ഈ ക്രിമിനൽ സ്വഭാവമുള്ളവന്മാർ തടച്ചു വിടുന്നതിനല്ലേ ഇവിടുത്തെ ലൈക്കും ഇവിടുത്തെ കമന്റുകളും കൂടുതൽ കിട്ടുന്നത്, ലക്ഷങ്ങൾ ഫോളോവേഴ്സ് ഉള്ളത്. എന്താ കാരണം? അവരൊരു വിഭാഗത്തിന് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വിദ്വേഷങ്ങളും ക്രൂരതകളും ആസ്വദിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് മലയാളികളെ മാറ്റിയിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പക്കാരനെ. എന്റെ നാട്ടിൽ തന്നെ വേറെ സംഭവം പറയാം. നിങ്ങൾ വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു 6 മാസം മുമ്പ് കോട്ടയം ടൗണിൽ അടുത്ത് താമസിക്കുന്ന ഒരു ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യനും അയാളുടെ ഭാര്യ, അയാളുടെ ഹോമിയോ ഡോക്ടറാണ് അവിടെ, അവരുടെ ഒരു സുഹൃത്ത് തിരുവനന്തപുരത്തുള്ള ടീച്ചറുമായിട്ട് ഈ പറയുന്ന ബ്ലാക്ക് വർഷിപ്പിന്റെ സ്വാധീനത്തിൽ അരുണാചൽ പ്രദേശിൽ പോയി സ്വയം പീഡിപ്പിച്ച് ആത്മഹത്യ ചെയ്തു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അത് നാർക്കോട്ടിക്സ് ആണോ? അല്ല. ഇതിനെല്ലാം വളക്കൂറുണ്ട് നമ്മുടെ നാട്ടില്. നമ്മുടെ വിദ്യാസമ്പന്നരായിട്ടുള്ള നമ്മൾ ചുറ്റും കാണുന്നവരെല്ലാം ഇതിലൊക്കെ അഡിക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നമ്മൾക്കൊരു വലിയ റോളുണ്ട് മാധ്യമങ്ങൾക്ക്. ഈ മയക്കുമരുന്ന് മാഫിയയോടൊപ്പം വിരൽ ചൂണ്ടുമ്പോൾ ഇത്തരം അധമ പ്രവർത്തികൾ ചെയ്യുന്നവർക്കെതിരെ നമ്മൾ വിരൽ ചൂണ്ടണം. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഓരോ സുഹൃത്തുക്കളും അവിടെ യോജിക്കുന്ന ഞാൻ വിചാരിക്കുന്നു. അല്ലാതെ കൊണ്ട് സർക്കാരിനെ കുറ്റപ്പെടുത്തി, അപ്പുറത്ത് BJP-ക്കാരെ കുറ്റപ്പെടുത്തി, ഇപ്പുറത്ത് കോൺഗ്രസ്സുകാരെ കുറ്റപ്പെടുത്തി, അതിനപ്പുറത്ത് CPM-നെ ഒരിക്കലുമില്ല. ഇല്ല, അങ്ങനെ കുറ്റപ്പെടുത്താൻ ഈ സംവാദം ഞാൻ വേദിയാക്കുന്നില്ല. ഞാൻ റെജി പറഞ്ഞു, ഇതില് സർക്കാരിന് മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. സമൂഹം ഒന്നടങ്കം ഇറങ്ങണം. അതിനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. റെജി പറഞ്ഞതുപോലെ ലോകത്തിൻ്റെ മുന്നിൽ കേരളത്തിൻ്റെ ചിത്രം അത് മാറുകയാണ്. ആ മോശം ഇമേജ്, ആ മോശം പ്രതിച്ഛായ അത് മാറ്റിയെടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. സെൻകുമാർ സാർ, ഈ സംവാദത്തിൽ പൊതുവിൽ ഉയർന്നു വന്ന ഒരു വികാരം, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അത് പൊളിച്ചെഴുതേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമ്മളെല്ലാം പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് നമ്മളത് അനുകരിക്കുകയാണല്ലോ ചെയ്യുന്നത്. ഇപ്പോൾ അവിടെ വിദേശ രാജ്യങ്ങളിലൊക്കെ കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉണ്ട്. ഇവർക്ക്
അവരുടെ പിന്നെ ഈ വീഡിയോ ഗെയിമുകൾ കളിക്കാൻ പോലും ഒരു പ്രായം കഴിഞ്ഞാൽ മാത്രമേ അനുവദിക്കുകയുള്ളൂ. അത് കൃത്യമായ നിയന്ത്രണമാണ്. പാരൻ്റൽ കൺട്രോൾ ഉണ്ട് എല്ലാ കാര്യത്തിലും. ഇവിടെ ഇല്ലാതെ പോകുന്നത് അതാണ്. അതിനൊക്കെ ഉപരിയായിട്ട് ഈ ആക്ട് ഭേദഗതി ചെയ്യേണ്ട സമയം കൂടി അതിക്രമിച്ചിരിക്കുകയല്ലേ? എന്ത് തോന്നുന്നു താങ്കൾക്ക്? ഈ 2020-21 വർഷത്തിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു ഡീറ്റെയിൽഡായിട്ടൊരു സർവേ നടത്തിയിരുന്നു, ഒരു പഠനം. ആ പഠനത്തിൽ കണ്ട ചില കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് 70% പേരും ഈ ഡ്രഗ് കൺസംഷൻ തുടങ്ങുന്നത് 10-നും 15-നും ഇടയ്ക്ക് വയസ്സിനിടയ്ക്കാണ്. 20% പേര് 15-നും 19-നും ഇടയ്ക്ക് വയസ്സിനാണ്. 9% പേര് 5 വയസ്സിനും 10 വയസ്സിനും ഇടയ്ക്കാണ്. 1% പേര് 19 വയസ്സിന് ശേഷമാണ്. അപ്പോൾ ഈ ഡാറ്റ നോക്കിയാൽ അറിയാം. അതായത് ഡ്രഗ് കൺസംഷൻ വരുന്ന അതിലേക്ക് ഒരാൾ ആകർഷിക്കപ്പെടുന്നത് ആക്ച്വലി ഈ ബിലോ 18 ഏജിലാണ് പ്രധാനമായിട്ട് വരുന്നത്. എബോവ് 18-ൽ വരുന്നത് 1% മാത്രമാണ്. 99%ഉം ബിലോ 18-ലാണ്. അപ്പം നമ്മുടെ ആരെയാണ് ശ്രദ്ധിക്കേണ്ടത്? ബിലോ 18-കാരെയാണ് ശ്രദ്ധിക്കേണ്ടത്. അതിന് പല ഫൈൻഡിങ്സ് അവർ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും കൗതുകകരമായിട്ടൊരു ഫൈൻഡിങ്, എനിക്ക് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഫൈൻഡിങ് തോന്നിയത് അതാണ്. അവരുടെ തന്നെ മറ്റൊരു ഫൈൻഡിങ് ഉണ്ട്. ശതമാനം 30.78% ആൾക്കാർ ഇതിൽ കേസിലൊക്കെ പിടിക്കപ്പെട്ടവരും ഡ്രഗിന് അഡിക്ഷനായിട്ട് വന്നവരും അവർ ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റിന് തയ്യാറാണ്. 58.83% പേരും ഈ ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റിന് തയ്യാറാകാനായിട്ടൊരു മനസ്ഥിതി കാണിക്കുന്നില്ലായിരുന്നു. ഇതുപോലെ എല്ലാവരും പറയുന്നത് 58.16% റെസ്പോണ്ടൻറ്റും പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ സ്ട്രോങ് എൻഫോഴ്സ്മെൻറ്റ് മെഷേഴ്സ് വിൽ ഹെൽപ്പ് ടു റെസ്ട്രിക്ട് സെയിൽ ആൻഡ് ട്രാഫിക്കിംഗ് ഓഫ് ഡ്രഗ്സ് ഇൻ സൊസൈറ്റി. ഇതാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ നമ്മൾ കാണേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, ഈ ഡ്രഗിൻ്റെ കാര്യത്തിൽ ഒരു സ്പെഷ്യൽ കേസായിട്ട് എടുത്തിട്ട് ജുവനൈൽ ജസ്റ്റിസ് ആക്റ്റിൽ അതിനൊരു എക്സെപ്ഷൻ കൊടുക്കണം. അല്ല എല്ലാ കേസിലും അവരെ എടുക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. സ്പെഷ്യൽ കേസസ് ലൈക്ക് ഡ്രഗ്സ്, റേപ്പ്, അല്ലെങ്കിൽ സെക്സ്വൽ അസാൾട്ട്, അതല്ലെങ്കിൽ മർഡർ, ഇത്തരം കേസുകളിൽ ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അനുസരിച്ചുള്ള ബെനിഫിറ്റ് അക്യൂസ്ഡിന് കിട്ടാത്ത വിധത്തിൽ ഒരു നിയമം അമെൻമെൻറ്റ് കൊണ്ടുവരണം. അത് വളരെ ആവശ്യമാണ്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഡ്രഗ്സിൻ്റെ കാര്യം നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്, പുറത്തുനിന്ന് വരുന്ന ഡ്രഗ്സിനെ മാത്രം ഉദ്ദേശിച്ചാണ്. പുറത്തുനിന്ന് ഹീറോയിനൊക്കെയാണ് വരുന്നത്. പക്ഷേ ഇപ്പോൾ MDMA ഒക്കെ ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കുകയാണ്. ബാംഗ്ലൂരൊക്കെ ഇത് ഉണ്ടാക്കുന്നുണ്ട്. അത് സിന്തറ്റിക്കലി മാനുഫാക്ചർഡ് ഡ്രഗാണ്. ചെറിയൊരു ലബോറട്ടറിയിൽ ഉണ്ടാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ MDMA വന്നേ പിന്നെയല്ലേ ഈ പ്രശ്നങ്ങൾ ഇത്രയധികം രൂക്ഷമായിരിക്കുന്നത്. ഇത്രയധികം ഈ പ്രശ്നങ്ങൾ രൂക്ഷമായിരിക്കുന്നത് MDMA വന്നതിന് ശേഷം മാത്രമാണ്. MDMAക്ക് മുമ്പ് ഡ്രഗിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിലും ഇത്ര അതിരൂക്ഷമായിട്ട് സ്കൂളുകളെയും കോളേജുകളെയും യുവാക്കളെയും ഇത് ബാധിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോഴത് ബാധിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ സിന്തറ്റിക് ഡ്രഗ് ഇത് സിന്തറ്റിക് ആയിട്ട് ഇന്ത്യയിൽ തന്നെ പല സെൻറ്റേഴ്സിലും മാനുഫാക്ചർ ചെയ്യുന്നു, അവിടുന്ന് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ഇത് വളരെ എളുപ്പമാണ് ഉപയോഗിക്കാൻ, വളരെ ചെറിയ ക്വാണ്ടിറ്റി മതി. അപ്പോൾ ഇതിൻ്റെ 0.5 ഗ്രാമാണ് ആക്ച്വലി ഇതിലൊരു നമ്മൾ സ്മോൾ ക്വാണ്ടിറ്റി ആയിട്ട് എടുക്കുന്നത്. 10 ഗ്രാമിലെത്തിയാൽ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി ആയി. അപ്പോൾ അങ്ങനെ ഉള്ള ക്വാണ്ടിറ്റീസിലൊക്കെ ഇഷ്ടംപോലെ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2020-21 ഏകദേശം 6 കിലോയിലധികമാണ്, 7 കിലോയിലോളം MDMA ആണ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം പിടിച്ചത്. ഇതുകൂടാതെ പോലീസും പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എൻഫോഴ്സ്മെൻറ്റ് വളരെ അത്യാവശ്യമാണ്. പക്ഷേ അതോടൊപ്പം ഈ പറയുന്ന പോലെ എല്ലാവർക്കും
എല്ലാ സ്കൂളുകളിലും ഇപ്പം സ്റ്റുഡൻറ് പോലീസ് കാഡറ്റ് ഉണ്ടായിരുന്നപ്പോൾ വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചിരുന്നതാണ്. ആ സ്റ്റുഡൻറ് പോലീസ് കാഡറ്റ് സിസ്റ്റമൊക്കെ കുറെ കൂടി എഫക്റ്റീവായിട്ട് എല്ലായിടത്തും പ്രവർത്തിക്കുകയാണെങ്കിൽ സ്കൂളുകളിൽ ഇത് മാത്രമല്ല പല വയലൻസും ഇല്ലാതാകും. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ മനസ്സിലാക്കുന്നത് ഈ വർഷം അവർക്ക് കിട്ടേണ്ടത് ഏകദേശം 12 crore rupees ആയിരുന്നു. അതിന് 5 കോടി രൂപയെ കൊടുത്തിട്ടുള്ളൂ. ഗവൺമെൻറ് പ്രയോറിറ്റി നോക്കണം. ഗവൺമെൻറ്റിന് ഈ 6-7 കോടി രൂപ ലാഭിക്കാനായിട്ട് സ്റ്റുഡൻറ് പോലീസ് കാഡറ്റിനെ ബാധിക്കണോ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ലോക മലയാള സമ്മേളനത്തിൽ പൈസ കുറയ്ക്കണോ? അപ്പം അതുകൊണ്ട് സ്റ്റുഡൻറ് പോലീസ് കാഡറ്റ് പോലുള്ള പ്രവർത്തനങ്ങൾ വളരെയധികം വ്യാപിപ്പിക്കേണ്ട ഒരു അത്യാവശ്യമുണ്ട്. നിയമങ്ങളിൽ മാറ്റം വരേണ്ടത് അത്യാവശ്യം തന്നെയാണ്. പക്ഷെ അതോടൊപ്പം ഇപ്പോൾ ഉള്ള നിയമങ്ങൾ നടപ്പാക്കിയെടുക്കുന്നതിനും ബോധവൽക്കരണം നടത്തുന്നതിനും കോവിഡിനെ നേരിട്ട പോലെ കോവിഡിന് നമ്മുടെ സമൂഹം എങ്ങനെ നേരിട്ടോ ആ രീതിയിൽ എല്ലാവരും ചേർന്ന് ഇതിനെ ഒരു സമൂഹ മരണം വിപത്തായി കണ്ട് ആ രീതിയിൽ നേരിടണം. മാത്രമല്ല രക്ഷകർത്താക്കൾ കുട്ടികളെ വളർത്തുന്ന രീതി ഇപ്പോൾ ഇവിടെ തൊട്ടടുത്ത ഒരു കുട്ടി പഠിക്കുന്ന കാര്യത്തെ തൊട്ട് ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ഒരു പ്രഷർ വിസ്റ്റാൻഡ് ചെയ്യാനായിട്ട് അവർക്ക് ആകുന്നില്ല. നമ്മളെ കുട്ടികളെല്ലാം വളരെ ഓമനിച്ച് അവരുടെ എല്ലാ കാര്യങ്ങളും അതേപടി സമ്മതിച്ച് അവരെ ഒരിക്കലും അവർ പറയുന്നതിനൊന്നും എതിര് പറയാതെ ആ രീതിയിൽ തന്നെ വളർത്തി 1-2 കുട്ടികൾ മാത്രമായിട്ട് അങ്ങനെ വളർന്നു വന്ന് അവസാനം കുറച്ച് കഴിയുന്ന സമയത്ത് ഒരു ഭാഗത്ത് അവർക്ക് യാതൊരു പ്രഷറും വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റാതെ വരുന്നു. മറ്റൊരു സ്ഥലത്ത് അവർ താന്തോന്നികളായിട്ട് മാറുന്നു. നല്ലൊരു ഭാഗത്തും അങ്ങനെ വരുന്നു. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അപ്പം നമ്മൾ ഈ ചൈൽഡ് റിയറിങ് എങ്ങനെയാണെന്നുള്ളത് തന്നെ മാറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതൊരു ടോട്ടൽ എല്ലാം കൂടി കവരുന്ന ഒരു ഇതാണ്. ഇപ്പം ജൂൺ 26 ആൻറ്റി ഡ്രഗ്സ് ഡേ ആണ്. എല്ലാ ദിവസവും ജൂൺ 26 ആചരിക്കണം. ജൂൺ 26 മാത്രം ആൻറ്റി ഡ്രഗ് ഡേ ആയ പോരാ. 365 ദിവസവും ജൂൺ 26 തന്നെയായിട്ട് നമ്മൾ ആചരിച്ചാൽ മാത്രമേ അത് എഫക്റ്റീവായിട്ട് നടപ്പാക്കാൻ സാധിക്കുള്ളൂ. അപ്പം അതുകൊണ്ട് നിയമങ്ങളിലുണ്ടാകുന്ന മാറ്റം ഉണ്ടാകണം. എഫക്റ്റീവായിട്ട് പോലീസിനും എക്സൈസിനും മറ്റ് ഡിപ്പാർട്ട്മെന്റ്സിനും ആക്ട് ചെയ്യാൻ സാധിക്കണം. അതോടൊപ്പം ഇതിൽ പെട്ടുപോയ കുട്ടികളെ എഫക്റ്റീവായിട്ട് മാറ്റിയെടുക്കാനായിട്ടുള്ള സോഷ്യൽ ഒരു സംവിധാനം നമ്മൾ ഉണ്ടാക്കണം. സൈക്യാട്രിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, അതുപോലെ ഡി അഡിക്ഷൻ സെന്റേഴ്സ് ഇതെല്ലാം കൂടുതൽ ഉണ്ടാക്കിയിട്ട് നിരവധി കുട്ടികൾ ഡി അഡിക്ഷനിൽ മാറി വന്നത് അറിയാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സാധ്യമാകും. അതുപോലെ സ്കൂളുകളിൽ പ്രത്യേകിച്ച് സ്റ്റുഡൻറ് പോലീസ് കാഡറ്റ് പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് ഏറ്റവും എഫക്റ്റീവായിട്ട് വയലൻസിനെയും അതുപോലെ ഡ്രഗിനെയും ചെറുക്കാനായിട്ട് സാധിക്കുന്ന ഒന്നാണത്. അപ്പം അതിനൊക്കെ പൈസ കൊടുക്കുന്നത് ചുരുക്കാതെ അവർക്ക് കൂടുതൽ പൈസ കൊടുത്ത് കൂടുതൽ സ്കൂളുകളിൽ ഇത് സ്റ്റാർട്ട് ചെയ്ത് ആ കൂടുതൽ സ്കൂളുകളിലേക്കും ഇത് പടർത്തി ബാക്കി എല്ലാ സ്കൂളുകളിലും ഒരുപക്ഷെ കഴിയുന്നത്ര എല്ലാ സ്കൂളുകളിലും ഇത്തരം സംവിധാനങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികളുടെ ഇടയിലുള്ള ഡ്രഗിനോടുള്ള ആസക്തിയും വയലൻസിനോടുള്ള ആസക്തിയും മാറ്റിയിട്ട് അവരെല്ലാം പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. ആ രീതിയിലേക്ക് നമ്മൾ മാറ്റണം. കോവിഡിനെ ഡീൽ ചെയ്ത രീതിയിൽ സമൂഹം ഒന്നിച്ച് ഒരൊറ്റ ഘട്ടമായിട്ട് നിന്ന് ഇതിനെ ഡീൽ ചെയ്തില്ലെങ്കിൽ നമ്മുടെ സമൂഹം വലിയ വിപത്തിലേക്കാണ് പോകുന്നത്. അടുത്ത തലമുറ വല്ലാത്ത നാശത്തിലേക്കായിരിക്കും പോകുന്നത്. ഓക്കെ, ശ്രീ ഗോകുൽദാസ്, എന്താണ് പോംവഴി, എന്താണ് പരിഹാരം? പെട്ടെന്ന് മറുപടി പറയുക. ഈ സ്റ്റുഡൻറ് പോലീസ് സംവിധാനങ്ങൾ പോലെ തന്നെ പ്രധാനമാണ് നല്ല ഊർജ്ജമുള്ള കുട്ടികളുടെ ശരിക്കും ചാനലൈസ് ചെയ്യാവുന്ന ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. തൃശ്ശൂരിലെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റുഡൻസ് ഇൻ പാലിയേറ്റീവ് കെയർ എന്നൊരു യൂണിറ്റ് ഉണ്ട്. അവർ എല്ലാ ഞായറാഴ്ചകളിലും ക്യാൻസർ ബാധിച്ച് അതല്ലെങ്കിൽ മാറാരോഗങ്ങൾ ബാധിച്ച് സ്ട്രോക്കൊക്കെ ആയി കിടക്കുന്ന രോഗികളെ സന്ദർശിക്കുന്നുണ്ട്. അവരുടെ കൂടെ എല്ലാ ടീമിൻ്റെ കൂടെ ഒരു നേഴ്സ് ഉണ്ടാകും കേട്ടോ. കാരണം അവർക്ക് നേഴ്സിംഗ് കെയറും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നേഴ്സിനെ എല്ലാ വിധത്തിലും അസിസ്റ്റ് ചെയ്യുന്നത് ഈ കുട്ടികളാണ്. കുട്ടികളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ
അവർ പേഷ്യൻസിനെ എടുത്തുകൊണ്ട് പോകുന്നു, കുളിപ്പിക്കുന്നു, വസ്ത്രം മാറ്റുന്നു. ചിലർ പേഷ്യൻസിൻ്റെ വസ്ത്രം അലക്കി കൊടുത്തിട്ട് പോലുമുണ്ട്. വീട്ടുകാർക്ക് അതിശയമാണ്. +2 പഠിക്കുന്ന കുട്ടികൾ, +1 പഠിക്കുന്ന കുട്ടികളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? ഒരു കോളേജിൽ നിന്ന് എല്ലാ ദിവസവും 2 കുട്ടികൾ വീതം വന്ന് ഞങ്ങളുടെ ഇൻപേഷ്യൻ്റ് ക്ലിനിക്കിലും ഔട്ട് പേഷ്യൻ്റ് വിഭാഗത്തിലും ഫിസിയോതെറാപ്പി വിഭാഗത്തിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. ഇത്തരം കുട്ടികളെ നിങ്ങൾക്ക് വഴിതെറ്റിക്കാൻ പറ്റില്ല. അവരുടെ അടുത്ത് ചെന്നിട്ട് ഒരു കഞ്ചാവ് വിൽപ്പനക്കാരൻ പറയാൻ, നീ കഞ്ചാവ് വലിച്ചിട്ട് നാളെ കഥകളി കാണാൻ പോയി നോക്കിയേ, കിരീടം 10 ഇരട്ടി വലിപ്പത്തിൽ കാണാം, അല്ലെങ്കിൽ കൂടുതൽ വർണ്ണങ്ങൾ കാണാം എന്ന് പറഞ്ഞാൽ എനിക്കുറപ്പാണ് ആ കുട്ടികൾ അയാളെ സമീപിക്കുന്ന വ്യക്തിയെ അയാൾ നിഷ്കരുണം അടിച്ചോടിക്കും. ഇതിനൊരു മോറൽ കറേജ് കിട്ടണമെങ്കിൽ ഈ കുട്ടികളെ നല്ല വഴിക്ക് നയിക്കണം. സ്റ്റുഡൻസ് പോലീസ് പോലെ തന്നെ പ്രധാനമാണ് പാലിയേറ്റീവ് കെയർ മൂവ്മെൻറ്റ്. അത്തരത്തിലുള്ള സോഷ്യൽ മൂവ്മെൻറ്റിൽ കുട്ടികളെ വളരെ ക്രിയേറ്റീവായിട്ട് ഇടപെടിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അതാണ് അഭിലഷണീയവും. ഓക്കെ, ടീച്ചറുടെ നിർദ്ദേശം കൂടി, അഭിപ്രായം കൂടി, എങ്ങനെ നമുക്കിത് മാറ്റിയെടുക്കാം? ടീച്ചർ നേരത്തെ പറഞ്ഞത് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇവരെ തിരുത്താൻ പറ്റില്ല എന്നുള്ളതാണ്. ഇതിൽ പറഞ്ഞവരെ എല്ലാം ബഹുമാനിക്കുന്നു. ഇതിൽ പറഞ്ഞവരെ എല്ലാവരും ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷെങ്കിൽ ഇത് കുറേ കാലമായിട്ടുള്ള കേട്ടിട്ടുള്ള കുറേ കാര്യങ്ങളെ പറഞ്ഞത് മുഴുവനും. ഇതുകൊണ്ടൊന്നും ഈ കേരളം നന്നാകാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. നിയമത്തിൽ ഭേദഗതി വരുത്തണം. ചുട്ടയിലുള്ളത് ശീലം ചുടല വരെ എന്നാണ്. അല്ലലുള്ള പുളിയെ ചുള്ളിയുള്ള കാടറിയത്തുള്ളൂ. ഇപ്പം ബിവറേജും ഭാഗ്യക്കുറി ഇല്ലെങ്കിൽ സർക്കാരിന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അത് അധ്വാനിച്ച് ജീവിക്കാൻ പഠിപ്പിക്കണം എല്ലാവരെയും. ആരും അധ്വാനിക്കാതെ കൈ നനയാതെ മീൻ പിടിക്കാൻ നടക്കുകയാണ്. അതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങനെ ആയി പോകുന്നത്. രക്ഷിതാക്കളാണെങ്കിലും വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കാത്തതും അവിടെ വീട്ടിൽ പറയുന്ന ഒന്നും ആരും കേൾക്കത്തില്ല. രക്ഷിതാക്കളൊന്നും ഇപ്പോൾ ഒന്നുമല്ല. ഈ ബാലനിയമം വന്നതോടുകൂടി രക്ഷിതാക്കൾക്ക് ശിക്ഷിക്കാനോ ശാസിക്കാനോ ഒന്നും ഒരു അവകാശവുമില്ല. ഈ ഓരോ കമ്മിറ്റിയുടെ കാര്യവും അവരുടെ കാര്യവും ഇവരുടെ കാര്യവും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ വീട്ടിൽ നിന്നാണ് നന്നാകേണ്ടത്. വീട്ടിൽ നല്ലത് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. അല്ല, കുട്ടി അങ്ങനെ ഇന്നിപ്പോൾ കുട്ടി ക്വസ്റ്റ്യൻ പേപ്പർ തരണം ചെയ്ത് 10ാം ക്ലാസ്സിൽ എഴുതാനോ കുട്ടിക്ക് പേടിയോ? എന്ത് പേടി? എന്തിനു പേടി? ആരായി പേടി മാറ്റണ്ടിയേ? ആരെയാ പേടി? കുട്ടിയൊക്കെ ആരെയാ പേടി? ഇതിന് അടിത്തറയില്ല, അടിസ്ഥാനമില്ല. സർക്കാരിന് ചെയ്യാനുള്ള സർക്കാർ ചെയ്യണം, കോടതിക്ക് ചെയ്യാനുള്ള കോടതി ചെയ്യണം, നിയമത്തിൽ ഭേദഗതി വരുത്തണം. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇനി കമ്മിറ്റി ഉണ്ടാക്കി ഇത് കുറേ കാലമായി കേൾക്കുന്നു. കുറേ കമ്മിറ്റി, സാറിനെ ഞാൻ ബഹുമാനിക്കുന്നു കേട്ടോ, ക്യാപ്റ്റൻ സാറിനെ. ആ സാറിനെ ബഹുമാനിക്കുന്നു. കുറേ നിയമങ്ങളും കാര്യങ്ങളും, എനിക്ക് അത്ര നിയമങ്ങളും കാര്യങ്ങളൊന്നും അറിയത്തില്ല. കാര്യമൊക്കെ ശരിയാണ്. പക്ഷെങ്കിൽ ലോകപരിചയമുണ്ട്. ഞാൻ ഒരുപാട് കുട്ടികളെ കണ്ടതാണ്. കുട്ടികളുടെ അനുഭവം വെച്ച് പറയാണ്, ഇവിടുത്തെ കുട്ടികൾ രക്ഷപ്പെടണമെങ്കിൽ ശിക്ഷ കൊടുത്ത് തന്നെ മുന്നോട്ട് പോകണം. ഈ കുട്ടികൾക്ക് അർഹതപ്പെട്ട ശിക്ഷ കൊടുക്കണം. ഒരിക്കലും ഇതുങ്ങളെ നന്നാക്കാൻ നോക്കിയാൽ, നമ്മൾ നന്നാക്കാൻ നോക്കിയാലൊന്നും ഈ ഒരു സൈക്കോളജിസ്റ്റും പറയുന്ന ഒന്നും ഇവരെ ആരും കേൾക്കാറൊന്നുമില്ല. അവരുടെ തോന്നിവാസത്തിനും തന്നിഷ്ടത്തിനും തന്നെയാണ് അവർ നടക്കുന്നത്. അതുകൊണ്ട് ഇതിന് വേണ്ടുന്ന ശിക്ഷ കൊടുത്ത് നിയമത്തിൽ ഭേദഗതി വരുത്തി രക്ഷിതാക്കൾ ശ്രദ്ധിക്കാനുള്ള രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം, ടീച്ചർമാർ ശ്രദ്ധിക്കാനുള്ള ടീച്ചർമാർ ശ്രദ്ധിക്കണം. ആ ടീച്ചർമാർക്കൊക്കെ ഇച്ചിരൊക്കെ പവർ കൊടുക്കണം. ഒരു പവറും ഇല്ല ഇപ്പം ടീച്ചർമാർക്ക്, ഒരു പവറും ഇല്ല. അതുകൊണ്ട് ഇതെല്ലാം മുന്നോട്ട് പോകണമെങ്കിൽ ഈ നിയമത്തിലൊക്കെ ഭേദഗതി വരുത്തി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല സർക്കാർ ഭരണം നല്ലതായിട്ട് കൊണ്ടുപോകാൻ പ്രാപ്തിയുള്ള ഒരു ഭരിക്കണം കേരളം. കേരളം കഴിവുള്ളൊരു ഭരിച്ചില്ലെങ്കിൽ ഇതിൻ്റെ അപ്പുറം വരും. അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ, വേറെ ഒന്നുമില്ല എനിക്ക് പറയാൻ. ഓക്കെ, സന്ദീപ് 1 മിനിറ്റ് പെട്ടെന്ന് പറയാം. അല്ല, നേരത്തെ സെൻകുമാർ സാറ് പറഞ്ഞത് വളരെ വളരെ നമ്പേഴ്സ് വെച്ചാണ് പറഞ്ഞത്. പുള്ളി ഡേറ്റ വളരെ കൃത്യമായിട്ടാണ്. അത് തന്നെയാണ്. അത്തരം ഡേറ്റകൾ മുന്നിൽ വെച്ച് വേണം ഇനി അങ്ങോട്ടൊരു നാർക്കോട്ടിക് വാർ റൂം തന്നെ ഓപ്പൺ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പ്രോആക്റ്റീവായിട്ട് ഒരു സർക്കാർ സംവിധാനം അല്ലെങ്കിൽ ഒരു ഭരണകൂടം അതിൻ്റെ കൂടെ നിൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്, അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് ഭരണകൂടമാണ് മുൻകൈ എടുക്കേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ മറ്റേ സാറ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇവർ ഡൈവേർജ് ചെയ്ത് പോകുന്ന കൊച്ചു കുട്ടികളെ നമ്മൾ ഒരു സ്ഥലത്തേക്ക് എത്തിക്കുക എന്നുള്ളതുകൊണ്ട് അവരുടെ മറ്റ് ചിന്തകളെ നമ്മൾ ഒരു സ്ഥലത്തേക്ക് കൺവേർട്ട് ചെയ്യണം. അതൊരു വലിയ പ്രോസസ്സാണ്. അതിനകത്ത് ഈ പറഞ്ഞതുപോലെ നേരത്തെ മാഡം അധ്യാപിക പറഞ്ഞ പല കാര്യങ്ങളിലോടും എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം അവരൊക്കെ പ്രോആക്റ്റീവായിട്ട് ഇനി നിൽക്കേണ്ട ഒരു ഘട്ടമാണ്. അത് നടക്കില്ല എന്ന് നമ്മൾ പൂർണ്ണമായിട്ട് പറയാം. സർക്കാരിന് ചെയ്യേണ്ട കാര്യം സർക്കാർ ചെയ്യാം.
ഈ പറഞ്ഞതുപോലെ പൈസ സിനിമ എന്ന് പരിപാടിയുള്ള എല്ലാരും സിനിമ പൈസ ഉണ്ടാക്കുന്ന സിനിമ പരിപാടിയുള്ള എല്ലാരും സിനിമ ആരും എന്ന് നന്മയ്ക്ക് പറയുന്ന വേണ്ടി പ്രവർത്തിക്കുന്നില്ല. സിനിമ എന്ന് പറയുന്ന ഈ മാധ്യമവും അല്ലെങ്കിൽ സീരിയൽ എന്ന് പറയുന്ന മാധ്യമത്തിലൊക്കെ സെൻസർഷിപ്പും അത്തരം കാര്യങ്ങളും ഒക്കെ ഇവിടെ സർക്കാർ സംവിധാനത്തിലുള്ളതാണ്. അതൊക്കെ ഇനി ഭാവിയിൽ എല്ലാവർക്കും ഒരു യെസ് പുനർചിന്തനത്തിനുള്ള ഒരു 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 സമയമാണിത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇനി മുന്നോട്ട് വയ്ക്കുമ്പോൾ സിനിമയിൽ നിന്നും എന്ത് തരത്തിലുള്ള മറ്റ് സഹായ സഹകരണവും ഒരു അസോസിയേഷൻ എന്നുള്ള രീതിയിലോ അതല്ലെങ്കിൽ ഫിലിം ചേംബറിന്റെ ഭാഗത്തുനിന്നും എന്ത് വേണമെങ്കിലും ഞങ്ങളുടെ ഭാഗത്ത് അവരെ ചേർപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ. അപ്പം ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടെ വളരെ ഇതാണ്, ഇത്തരം ചില മാഡം ഞങ്ങളൊന്ന് പറഞ്ഞോട്ടെ, ഈ ബ്ലൂ വെയിൽ എന്ന് പറയുന്ന ഒരു ഗെയിം ഉണ്ടായിരുന്നു. ഇത്തരം ഗെയിമുകൾ നമ്മൾ പറയാതെ പോകരുത്. ചില വീഡിയോ ഗെയിമുകൾ മരണത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ സമൂഹത്തിൽ നമ്മൾ ഇത്തരം സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യങ്ങളാണ്. അതെങ്ങനെ അതിനെ നമ്മൾ ഇത് ചെയ്യണം. അത് വളരെയധികം അതിനൊരു നിയന്ത്രണം വേണം. കാരണം വെച്ചാൽ പല പിള്ളേരും അതിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായി ഊർജ്ജം കൊള്ളുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ വീഡിയോ ഗെയിമുകൾ നമ്മൾ പോലും അറിയുന്നില്ല. അത് മാതാപിതാക്കൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന കാര്യങ്ങളും അല്ല. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ശരിക്കും ശ്രദ്ധിക്കപ്പെടുന്നു. ഓക്കെ എന്തായാലും നേരത്തെ സെൻകുമാർ സാർ പറഞ്ഞത് ആവർത്തിക്കുകയാണ്. കോവിഡിനെ മലയാളി സമൂഹം എങ്ങനെയാണോ പ്രതിരോധിച്ചത് അതുപോലെ തന്നെ അതേ ഊർജത്തോടെ ഒറ്റക്കെട്ടായി ഈ സാമൂഹിക വിപത്തിനെയും ഇല്ലാതാക്കണം. അതിനുവേണ്ടി എല്ലാവരും അണിനിരക്കുക. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും.